നമുക്കെല്ലാവർക്കും കൂടി നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തുള്ള പൂർണ്ണത്രയീശം ആശ്രയ എന്ന കൃതി ഈശ്വര പ്രാർത്ഥനയായി ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടികൾ ആരംഭിക്കാം. അടുത്തതായിട്ട് നമ്മുടെ അധ്യാപകർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച സഹപാഠികളും വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാവിനും നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ചടങ്ങ് തുടങ്ങാം. ശരി. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. തൃപ്പൂണിത്തുറ RLV കോളേജ് 1987-91 ബാച്ചിൻ്റെ പൂർണ്ണസ്മൃതി സസ്നേഹം കൂട്ടായ്മയുടെ ഭാഗമായാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടായിരിക്കും. ആ നല്ല കാലം നമുക്ക് ഏവർക്കും മറക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ ഊർജ്ജവും. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഈ അവസരത്തിൽ നമ്മുടെ ഗുരുക്കന്മാരെയും എല്ലാ കൂട്ടുകാരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യം. ആദ്യമായി ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ഇന്നത്തെ പ്രിൻസിപ്പൽ രാജലക്ഷ്മി ടീച്ചർക്ക് എന്തോ അത്യാവശ്യ കാര്യങ്ങളായി വരാൻ സാധിച്ചില്ല. ടീച്ചറുമായി ഈ കൂട്ടായ്മയുടെ കാര്യമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ എല്ലാ സഹായങ്ങളും നമുക്ക് തരാമെന്നും ചെയ്തു തരികയും ചെയ്ത രാജലക്ഷ്മി ടീച്ചറുടെ അഭാവത്തിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് വയലിൻ സെക്ഷൻ അധ്യാപകൻ ഈശ്വരവർമ്മ സാറാണ്. വയലിനിൽ സാർ എടുത്തു കൊടുത്ത പാഠങ്ങൾ ഇപ്പോഴും വയലിനിലെ വിദ്യാർത്ഥികൾക്ക് അത്രയും ഹൃദ്യസ്ഥമാണ്. അത്രയും ഭംഗിയായി അത് പറഞ്ഞു കൊടുക്കുക എന്നത് സാറിൻ്റെ ഒരു പ്രത്യേക വൈഭവം തന്നെയാണ്. സാറിനെ എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയ അധ്യാപകൻ ശ്രീ പൊൻകുന്നം രാമചന്ദ്രൻ സാർ. നമുക്ക് എല്ലാവർക്കും ബഹുമാനം നിറഞ്ഞ പേടിയാണ് സാറിന്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ ഒരു പ്രത്യേക നൈപുണ്യമാണ് സാറിന്. സാറിനെ എൻ്റെയും കൂട്ടുകാരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു. സത്യനേശൻ സാർ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ, നമ്മൾ പഠിക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും ചെറുപ്പക്കാരനായ അധ്യാപകൻ നമ്മളോടൊപ്പം കൂട്ടുകൂടിയിരുന്നു. ഇനിയും ഏറെ ഓർമ്മകളുണ്ട് സാറിനെ പറ്റി. സാറിനെയും എൻ്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഗോവിന്ദൻ നമ്പൂതിരി സാർ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര പാടിയാലും മതി വരാത്ത ആളാണ് നമ്പൂതിരി സാർ. അത്രയും സംഗീതത്തിന് വേണ്ടി അർപ്പിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സാറിനെയും എൻ്റെയും കൂട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തുളസി ടീച്ചർ. കുട്ടിക്കാലത്ത് ടീച്ചറിൻ്റെ അമ്പലപ്പുഴ തുളസി ടീച്ചറിൻ്റെ കച്ചേരി കേൾക്കാനായിട്ട് റേഡിയോയിൽ കാതോർത്തിരിക്കുകയായിരുന്നു. ആ ടീച്ചർ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു നമ്മുടെ കോളേജിൽ. വളരെ സന്തോഷം തോന്നിയിരുന്നു. ടീച്ചറെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ML സാവിത്രി ടീച്ചർ. തുളസി ടീച്ചറെ പോലെ തന്നെ റേഡിയോയിൽ കേൾക്കാൻ കാതോർത്തിരിക്കുമായിരുന്നു ശബ്ദം. കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ടീച്ചർ. ടീച്ചറെയും എൻ്റെയും എൻ്റെ സഹപാഠികളുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാജലക്ഷ്മി ടീച്ചർ. ടീച്ചർ എന്തോ തിരക്കുകൾ കാരണം ഇപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ ടീച്ചറെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രമേശ് നാരായണൻ്റെ പെങ്ങൾ അല്ലേ? ടീച്ചറെയും ടീച്ചറുടെ അഭാവത്തിലും ടീച്ചറെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിജയലക്ഷ്മി ടീച്ചർ, നമ്മുടെ സംസ്കൃതം അധ്യാപിക, നമ്മുടെ അമ്മ എന്ന് തന്നെ പറയാം. അത്രയും സ്നേഹമായിരുന്നു ടീച്ചർക്ക് നമ്മളെ. ടീച്ചറെയും ഒത്തിരി സ്നേഹത്തോടെ ടീച്ചറുടെ അഭാവത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. PT രാധാകൃഷ്ണൻ സാർ, നല്ല അധ്യാപകൻ. കുട്ടികളെ കൂട്ടുകാരായി കണ്ടും അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു അധ്യാപകൻ. സാറിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രതാപൻ തമ്പുരാൻ സാർ, ഒരു പാവം മാഷായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു സാറിനെ. സാറിനെയും എൻ്റെയും സഹപാഠികളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. പത്മാവർമ്മ ടീച്ചർ. ടീച്ചറെ പറ്റി പറയുമ്പോൾ ടീച്ചറുടെ വീണവായന കേൾക്കണേക്കാൾ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം ടീച്ചറെ കണ്ടുകൊണ്ടിരിക്കാനായിരുന്നു. ടീച്ചറെ വീണെ പിടിച്ചിരിക്കണ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ടീച്ചറെ കാണാനായിട്ട്. ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കാറുണ്ട് ടീച്ചറെ. ടീച്ചറെയും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. കാമാക്ഷി ടീച്ചർ, വളരെ ചിട്ടയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്ന ടീച്ചർ. ടീച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ബേഗട വർണ്ണമാണ്. ഞങ്ങളെ ടീച്ചർ ബേഗട വർണ്ണം പഠിപ്പിച്ചിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും ടീച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്. ടീച്ചറെ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. ടീച്ചറെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. വക്കം വേണു സാർ. സാർ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സാറെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വെള്ളയും ഇട്ടിട്ട് സാറിൽ നടന്നു വരുന്നതാണ് അല്ലേ? എല്ലാവർക്കും അതായിരിക്കും ഓർമ്മ വരേണ്ടത്. സാറിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ പ്രിയ കൂട്ടുകാരെയാണ്. ഏത് ഭാഷയിലാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇന്നത്തെ ഈ കൂട്ടായ്മ. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും സബലീകരണമാണ് ഈ ദിനം. ഈ ദിനത്തിൽ എൻ്റെ എല്ലാ കൂട്ടുകാരെയും വളരെയേറെ സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഈശ്വര സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടനകർമ്മം നിർവഹിച്ച പൊൻകുന്ന് രാമേന്ദ്ര സാർ, തുളസി ടീച്ചർ, സാവിത്രി ടീച്ചർ, PT രാധാകൃഷ്ണൻ സാർ, പ്രതാപൻ തമ്പുരാൻ സാർ, വിദ്യാഭ്യാസ സാർ, കാമാക്ഷി ടീച്ചർ, പത്മ ടീച്ചർ, ഇവിടെ കൂടിയിരിക്കുന്ന
സംഗീതത്തിലും അല്ലാതെയും ഒക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റില്ല, അവരെല്ലാം സ്റ്റുഡൻസ് ഉള്ളതാണ്, അതുകൊണ്ട് സ്റ്റുഡൻസ് അല്ല. അങ്ങനെ ഒരുമിക്കുന്ന ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ പേര് തന്നെ പൂർണ്ണസ്മൃതി സസ്നേഹം. ആ പേരിനൊരു വലിയ യോജിപ്പ് ഞാൻ കാണുന്നുണ്ട്. കാരണം പൂർണ്ണത്രയീശൻ്റെ മുമ്പിലാണല്ലോ എല്ലാം കൊണ്ടൊരു പൂർണ്ണത അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ കഴിഞ്ഞ വർഷം നമ്മുടെ തിരുവനന്തപുരം സംഗീത കോളേജിൽ ഇതുപോലെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു. വളരെ നല്ല വിധത്തിലാണ് അവർ നടത്തിയത്. പക്ഷേ അതിൻ്റെ പേര് ഒരു വട്ടം കൂടി ആ മാഞ്ചുവട്ട്. പേര് കേൾക്കാൻ നല്ല ഭംഗിയാണ്, കാരണം ഒരു സിനിമയ്ക്കകത്തൊക്കെ വന്ന പേരാണല്ലോ. അപ്പോൾ ഞാൻ സംസാരിച്ചു പറഞ്ഞു, ഒരു വട്ടം കൂടി മാഞ്ചുവട്ടിന് വേണ്ടായിരുന്നു, ഒരു വട്ടം കൂടി നമ്മുടെ ക്ലാസ് മുറിയിൽ എന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പരിപാടി. അതുപോലെ ഈ പേരിൻ്റെ തന്നെ ഒരു പൂർണ്ണത ഞാൻ കാണുന്നുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഓരോരുത്തരും അവരുടെ ടീച്ചർമാരെ ഓർക്കുന്നത് ഓരോ കാര്യങ്ങളിൽ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ചിലർ ഓർക്കുന്നത് നമ്മൾ കീർത്തനം പഠിപ്പിച്ച് ആ കീർത്തനം കേൾക്കുമ്പോഴായിരിക്കും. പിന്നെ ചിലത് ആ സാറിന് എന്തെല്ലാം ഗുണവിശേഷങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതുവഴിയായിരിക്കും. ഏതായിരുന്നാലും നമ്മുടെ സംഗീതത്തിനുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഗുരുശിഷ്യ ബന്ധം. ഇത്ര ഒരു ഹാർദവമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം മറ്റ് മേഖലകളുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ കാണുള്ളൂ. കാരണം ഇന്ന് നിങ്ങൾ അധ്യാപകരെ ഓർക്കുന്നത് പോലെ ഇന്ന് ഞാനും എൻ്റെ കൂടെ പഠിച്ച രാധാകൃഷ്ണ സാറും ഒക്കെ ഞങ്ങളുടെ ഗുരുനാഥന്മാരെ ഓർക്കുന്നുണ്ട്. അവർ പഠിപ്പിച്ച പാഠങ്ങളിലൂടെയും അവരുടെ നമ്മളോടുള്ള ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലാണ് ഞങ്ങളവരെ കണ്ടിരുന്നത്. കാരണം ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഗുരുനാഥനില്ല. അധ്യാപകരുണ്ട്, ലെക്ചറുണ്ട്, പ്രൊഫസറുണ്ട്, പ്രിൻസിപ്പാളുണ്ട്. പക്ഷേ ഗുരുനാഥനില്ല. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ഗുരു മാത്രം പോരാ, ഗുരുനാഥനും കൂടെയാണ്. ഇത് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശിച്ച് കൊടുക്കേണ്ട ഒരു കർത്തവ്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഗുരുനാഥൻ എന്നുള്ള പേര് നമ്മൾക്ക് വന്ന് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ സംഗീതം പഠിച്ച എല്ലാവരും സംഗീത മേഖലകളിലായിരിക്കണമെന്നില്ല. ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ വിനയം, 2 ക്ഷമ, പിന്നെ ഡെഡിക്കേഷൻ, ആത്മസമർപ്പണം. സമർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഫീൽഡിൽ എത്രയെങ്കിലും വരാൻ പറ്റുള്ളൂ, ഏത് മേഖലയിലായാലും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടേണ്ട ചില ക്വാളിറ്റീസാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടെ ജീവിത വിജയത്തിന് ഇത് വളരെ ആവശ്യമാണ്. റെസ്പെക്റ്റ് ഏത് മേഖലയിൽ പോയാലും അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റുള്ളൂ. ഈ റെസ്പെക്റ്റിനുള്ള ഒരു ദോഷമുണ്ട്, അത് കൊടുത്തെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നിർത്താം. മാവേലിക്കര SR രാജു സാർ എന്നൊരു മൃദംഗ വിദ്വാനുണ്ടായിരുന്നു. ഞങ്ങളൊരു കച്ചേരിക്ക് പോയപ്പോൾ ഞാനും സാറും പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ കച്ചേരി തുടങ്ങുന്നതിന് സ്വല്പം സമയം താമസമുണ്ട്. അതിന് മുൻപ് ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അപ്പുറത്തിരിക്കുന്ന ഒരാൾ നല്ല കണ്ടാൽ പേഴ്സണാലിറ്റി കണ്ടാൽ വലിയ ആൾക്കാരെ പോലെ തോന്നുന്നുണ്ട്, വലിയ ഇതൊക്കെ ഇട്ട് പട്ടുമൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചത് ആരെന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. സാറിനും അറിയില്ല. സാറ് നേരെ എണീച്ച് പുള്ളിയോട് സാർ നമസ്തേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. ഇത് പറയാത്ത താമസം അദ്ദേഹം എണീച്ച് സാറിൻ്റെ കാലിലിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സംഗീതത്തിലുള്ള ആളെന്നുള്ള അറിയാം, പരിചയമില്ല നേരിട്ട്. അപ്പോൾ അങ്ങോട്ട് ചെറിയ നമസ്തേ പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം തിരിച്ച് കാര്യങ്ങൾ ഇത് വീണപ്പോൾ അതിന് ബാക്കിലിരിക്കുന്ന എല്ലാവരും കൂടെ സാറിനെ വന്ന് നമസ്കരിച്ചു. കാരണം ഇത് സംഗീതത്തിൻ്റെ ആളാണെന്നുള്ളവർ അപ്പോഴാണ് അവർക്ക് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ചെറിയ റെസ്പെക്റ്റേ കൊടുത്തുള്ളൂ, തിരിച്ച് വലിയ റെസ്പെക്റ്റാണ് കിട്ടിയത്. അത് ഇരുന്ന ആൾ അതിൻ്റെ സംഘാടകനും സാംസ്കാരിക നേതാവും ഈ കച്ചേരികളൊക്കെ ഈ കച്ചേരി അറേഞ്ച് ചെയ്ത ആൾ വരും. അദ്ദേഹം പിന്നെ ഞങ്ങളെ കച്ചേരി തീർന്ന് ഞങ്ങളെ പണ്ടിക്കേറ്റ് ഇവിടുന്നവരെ ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്തുള്ളൂ, ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് കിട്ടി. അതുപോലെ തന്നെയാണ് വിദ്യയും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് പോലെ കൂടുതൽ ഇങ്ങോട്ട് റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് ഏതായാലും നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ, നിങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. ഈ എറണാകുളത്തിൻ്റെ പല സമയത്തും വന്നിട്ടുണ്ട്. എൻ്റെ വളരെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച ആൾ പി ടി രാധാകൃഷ്ണൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഫോണിൽ കൂടെ ഇപ്പോൾ ഫോണുള്ളതുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ നേരിട്ട് കാണുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിനാണ് ഞങ്ങൾ ആദ്യം നിങ്ങളോട് നന്ദി പറയുന്നത്. എൻ്റെ അധ്യാപകരും കൂടുതലായിട്ട് എല്ലാവരും പറയും. അതുകൊണ്ട് എനിക്ക് അതിൽ വേറൊന്നും അധികം പറയാനില്ല. ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഒരു പക്ഷേ സംഗീതപരമായിട്ട് നമ്മൾ ആ ഫീൽഡിൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എല്ലാവരും മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കുമല്ലോ. ഈ സംഗീതം കൊണ്ട് തന്നെ ഉരുവിനെ കഴിക്കുന്ന എല്ലാം മറ്റു മേഖലകളിൽ പോയവരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഇതൊരു നല്ല ഗുണപാഠമാണ്. ഈ സംഗീതം പഠിച്ചത് കൊണ്ട് ഒരു ഗുരുശിഷ്യ ബന്ധം എന്നുള്ളതും ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഭക്തി, വിനയം, ക്ഷമ, ഈ ക്ഷമ ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ തലമുറ ഇപ്പം ഇതെല്ലാം ഈ ക്വാളിറ്റീസ് എല്ലാം ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാ അധ്യാപകരും എല്ലാവരും വന്ന് കാലിൽ തൊട്ട് വന്നിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഞാൻ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് തിരുവനന്തപുരത്താണ് സംഗീത കോളേജിൽ കച്ചേരി വിദ്വാന്മാർ ചെന്നൈയിൽ നിന്ന് വന്നിറങ്ങി. ട്രെയിനിൽ വന്നിറങ്ങിയാൽ നമ്മൾ നേരിട്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. അത് റെയിൽവേ സ്റ്റേഷനാണോ ബസ് സ്റ്റാൻഡാണോ എന്ന് നോട്ടമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ നോക്കാറുള്ളൂ. അല്ല നമസ്തേ പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കപ്പെടത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഗുരുനാഥന്മാരെ അങ്ങനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ച് പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം. ഇത് കഴിഞ്ഞ് ഉദ്യോഗം കിട്ടി നമുക്ക് വലിയ സ്റ്റേജായിട്ട് ഇപ്പോൾ ആ സാഷ്ടാംഗ നമസ്കാരം പോയിട്ട് നമസ്തേ ആയി. ശരിക്കും നമസ്തേനെ പലരും പറയാറില്ല. ഹലോ ഹലോ ഹായ് ഇങ്ങനെ ആയിപ്പോയി. ഇതും കഴിഞ്ഞ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ചിലർ താങ്ക് യു സാർ, നമ്മൾ താങ്ക് യു ഒന്നും വേണ്ട. അതും കഴിഞ്ഞു കുറച്ചുകൂടെ ആയി സാർ. അപ്പോൾ എവിടം വരെ പോയി ചേർന്ന് നമ്മുടെ സംസ്കാരം. എന്താ ഇതിന് കാരണം? വിദേശ സംസ്കാരം നമ്മൾ വന്ന് പെട്ടതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ പോകാൻ കാരണം. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. വിദേശ സംസ്കാരം വന്നോണ്ട് വിരോധം. കാരണം അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം ഒരുപാടുണ്ട്. ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. ഈ ഫോണിൻ്റെ പ്രവർത്തനം ഇതൊക്കെ വന്നത് അവിടെ നിന്നുള്ള സംസ്കാരം വന്നുകൊണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ചില ദോഷവശങ്ങൾ നമ്മൾ ഒഴിവാക്കി നമ്മുടേതായിട്ടുള്ള സംഗീതത്തിൻ്റേതായിട്ടുള്ള ചില ഇതൊക്കെ എടുത്ത് നോക്കി കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂട്ടായിട്ടുള്ള ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പാട്ടുകാരൻ മാത്രം വിചാരിച്ചാൽ കച്ചേരി ഒന്നാകും. വൈദ്യം മാത്രം വിചാരിച്ചാൽ പറ്റും. മൃദംഗം മാത്രം വിചാരിച്ചാൽ പറ്റും. ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റും. എല്ലാവരും വിചാരിച്ചില്ലെങ്കിലും ഒരു കച്ചേരിയുടെ സക്സസ് എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ കച്ചേരി കേൾക്കാൻ വരുന്ന 50% പേരും പാട്ട് മാത്രം ആസ്വദിക്കുന്നില്ല, ആ ആർട്ടിസ്റ്റിനെ കൂടെ കാണാൻ വരുന്നവരാണ്. യേശുദാസിൻ്റെ കച്ചേരിക്ക് കൂടുതൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നവരാണ്. പാട്ട് കേട്ടതിന് കുഴപ്പമില്ല, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി, കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പല വേദികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് എന്ത് വേണം? ഇപ്പം ഞാൻ അതിൽ പ്രഭാകരവർമ്മ സാറ് ഒരു ഉദാഹരണമായി. അധ്യക്ഷനായതുകൊണ്ട് രണ്ടു കാര്യം പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര തന്നെ സംസാരിക്കത്തില്ല. അധ്യക്ഷനാണ് തന്നിട്ടുള്ളതുകൊണ്ട് 2-3 കാര്യം പറയാൻ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. പ്രഭാകരവർമ്മ സാറ് ഒരു കച്ചേരിക്ക് വന്നു. ഞാൻ പാടുന്നത് എന്താണെന്ന് വയലിൻ വായിക്കുന്ന ആൾ അറിയണം. വയലിൻ വായിക്കുന്ന ആൾ എന്താ പാടുന്നത് ഞാൻ അറിയണം. ഞങ്ങൾ 2 പേരും എന്താണ് ചെയ്യുന്നതെന്ന് മൃദംഗം വായിക്കുന്ന ആൾ അറിയണം. ഈ 3 പേരും കൂടെ ചെയ്യുന്ന എന്താണെന്ന് ഘടം വായിക്കുന്ന ആൾ അറിയണം. ഈ 4 പേരും കൂടെ ചെയ്യുന്ന എന്താണെന്നുള്ളവർ അപ്പോഴേ ആസ്വാദന അറിവുള്ളത്. ഇതാരും ഒരാൾ മാത്രം വന്നിരുന്ന നമ്മുടെ പാട്ട് പാടി ഗംഭീരമായിട്ട് അങ്ങ് പോയാൽ ആൾക്കാരുടെ മനസ്സിൽ കേൾക്കാനുള്ള സ്ഥലമില്ല, ആസ്വദിക്കാനുള്ള സമയം കിട്ടത്തില്ല. എല്ലാവരും പരസ്പരം ആസ്വദിച്ചും കണ്ടും അറിഞ്ഞും ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ വിജയത്തിലെത്തൂ. ഇത് ഇന്നത്തെ സിനിമാ സംവിധാനമൊക്കെ വിജയിക്കാനുള്ള കാരണം അവരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. എത്രയോ ദിവസങ്ങളും മാസങ്ങളും വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ടാണ് അവർ സെറ്റിലോട്ട് പോകുന്നത്. അവിടെ ചെന്ന് പ്രവർത്തിച്ചാണ് അവരെ ഫീൽഡ് വിജയത്തിലെത്തിക്കുന്നത്.
അതുപോലെ നമ്മുടെ കർണാടക സംഗീത മേഖലകളിലൊന്നും പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പോഴും. എവിടെ? ചെന്നൈയിൽ. ഇന്നലെ ഒരു കച്ചേരിക്ക് ഞാൻ ഇതുപോലെ ഒരു ആശംസ പറഞ്ഞിട്ടാണ് വരുന്നത്. കശ്യപ് മഹേഷ് എന്ന തമിഴ് പാട്ട് നമ്മൾ അഭയദാസോട് ഒരു സഭയുടെ വാർഷികമായിരുന്നു. ഇതുപോലെ കുറേ തന്നെ സംസാരിച്ചു. അവരുടെ പാട്ട്, അവർ വയലിൻ, പാട്ട്, മൃദംഗങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് അവർ സ്റ്റേജിൽ വന്ന് പാടുന്നത്. ഇന്ന് പലരും കച്ചേരി ബുക്ക് ചെയ്തതാണ് വയലിൻ പഠിക്കാൻ വരുന്നത്. ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറിപ്പോയി. അപ്പോൾ എന്താ ഇത്രയും പറയുന്നതായിട്ട് പഴയ കാലത്തോട്ടുള്ള, നമ്മളിനി പഴയ കാലത്തോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പഴയ കാലത്തിലുള്ള നല്ല കാര്യങ്ങളെ നമ്മളത് സ്വാധീകരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണ്ട കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ വീണ്ടും ഇതുപോലെ ഭാഷീയ പരിപാടി അല്ല സംഗീതത്തിനും കൂടെ പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ നടത്തണം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, കൂട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും പൂർണ്ണത്രയീശൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആശംസ എല്ലാവർക്കും ആശംസ പറഞ്ഞുകൊണ്ടും അവരിങ്ങനെ സ്ഥാനം കോളേജിൽ ക്ഷണിച്ചതിനും ഈ സ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിനെ ബാബുരാജ് ഞാൻ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. 1-2 കച്ചേരി സ്റ്റേജിൽ പഞ്ചരത കീർത്തനം വായിക്കാനൊക്കെ ബാബുരാജ് വന്നിട്ടുണ്ട്. വയ്ക്കും പല സ്ഥലങ്ങളായിട്ട് അങ്ങനെ ഓർമ്മയുണ്ട്. പിന്നെ ദിനേശൻ എന്ന് പറഞ്ഞ പഴയ സ്റ്റുഡൻ്റ് ആണെങ്കിലും അതിനുശേഷം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നേരിട്ട് ഒന്ന് കണ്ട് ഓർമ്മ പുതിയെങ്കിൽ കുട്ടികളായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരുടെ മുഖവും എനിക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ അധികമായിട്ട് കണ്ട് സംസാരിക്കേണ്ടി വന്നില്ല. വയലിൻ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അധികം കുഴപ്പമില്ല. അതുപോലെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, ഏതായാലും എല്ലാവർക്കും കൂടെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയ്ക്ക് വേണ്ട എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണത്രയീശൻ നൽകട്ടെ. അതുവഴി സംഗീത വഴി കൂടെ തന്നെ നിങ്ങൾക്കെല്ലാം നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ട ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരിക്കും നമ്മൾ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വളരെ നല്ല ഉപദേശങ്ങളും നമ്മളെങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നതിനെപ്പറ്റി ഒരു നല്ലൊരു ചിന്തകൾ നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ച ഈശ്വരവർമ്മ സാറിനെ നമസ്കരിക്കുന്നു. അടുത്തതായി ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനേക്കായി ബഹുമാനപ്പെട്ട പൊൻകുന്നം രാമചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. കൂട്ടായ്മ എന്ന് പറയുന്നതിലാണ് കുറച്ച് പേരൊക്കെ എത്താനുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഈശ്വരവർമ്മ സാറ്, സാവത്രി ടീച്ചർ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ കുട്ടികളും അധ്യാപകരും ഗുരുക്കന്മാരും തമ്മിലുള്ള ബന്ധമാണ് അത് കാണിക്കുന്നത്. അതൊന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാനും വരാനുള്ള കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യനേശൻ സാറും ഞാനും ഞങ്ങളിങ്ങനെ സാറ് ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോക്ക് വരെ ഒരു വലിയ പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പം പഴയ പോലെ ബസ്സിനൊന്നും ചാടിക്കയറി പോകാനൊന്നും പറ്റുന്ന പ്രായമല്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും അത് വരണം എന്നുള്ള 100% മനസ്സോടുകൂടി കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം കാതലായ ഒരു അംശം എന്ന് പറയുന്നത് സ്നേഹബന്ധങ്ങളാണ്, ഗുരുശിഷ്യ ബന്ധം. ഇപ്പം MD രാമനാഥൻ സാറ് പറഞ്ഞ മാതിരി വിദ്യയ്ക്ക് 3 അക്ഷരം, ജീവിതത്തിന് 2 അക്ഷരം എന്നാണ് അദ്ദേഹം ഒരു കച്ചേരി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഒരുപാട് തമ്പുരു മീട്ടാൻ പോയിട്ടുണ്ട്, കച്ചേരികൾക്കൊക്കെ ഒരുപാട്. അപ്പോൾ ഒരു കച്ചേരിയിൽ ഇങ്ങനെ പറഞ്ഞതാണ്, ജീവിതത്തിന് 2 അക്ഷരം, ജീവിതം 2 അക്ഷരമല്ല 3 വിദ്യയ്ക്ക് 3 അക്ഷരം, വിദ്യയ്ക്ക് 2 അക്ഷരമേ ഉള്ളൂ. പെട്ടെന്നെങ്കിലും നോക്കുമ്പോൾ അങ്ങനെ വരുന്നത്.
വിദ്യയ്ക്ക് ഗുരുത്വം, ജീവിതത്തിന് സ്നേഹം എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കെ വിധാനന്ദ സ്വാമിയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലിരിപ്പുണ്ട്. പ്രഭാകരൻ സാറ് അവരൊക്കെ ഈ സംഗീതപരമായിട്ടിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. ഒരുപാട് സംസാരിക്കില്ല, കുറച്ച്. ഇതൊന്നും മാറ്റി വയ്ക്കാം. ഞങ്ങളുടെ ഒരു ബാച്ച്, ഞങ്ങൾ പഠിച്ചിരുന്ന ബാച്ച്, ഞാൻ, ഈശ്വരോർമ്മ, രാധാകൃഷ്ണൻ, പിന്നെ ഒരു തൃക്കാരൂർ രാജലക്ഷ്മി, ഒരു എസ് ലളിത, ഞങ്ങളെല്ലാം ആര്യനാട് രാജു, ഞങ്ങളെല്ലാവരും ഒരു ബാച്ചാണ്. അപ്പോൾ ഒരു ബാച്ചിൽ നിന്ന് ഇത്രയധികം ആൾക്കാർ ഈ അടുത്ത കാലത്തുള്ള കുറച്ച് കൂടുതലുള്ള ഞങ്ങളുടെ ബാച്ചിൽ നിന്നാണ്. അന്നൊക്കെ പുതുക്കോട് കൃഷ്ണൻസ് സാറ്, യെച്ചൂർ സാറ്, പ്രഭാകരവർമ്മ സാർ, ഇവർക്കൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ വലിയ സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോഴത്തേക്ക് വന്നങ്ങ് തുടങ്ങിയാൽ മതി. തമ്പൂര് ഒരു ശ്രുതി ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കും അവരുടെ ശ്രുതിക്ക്. ഏത് ഗുരുക്കന്മാരാണ് വരുന്നത് അവരുടെ ശ്രുതിക്ക് ഒരു വിധം ഒക്കെ ചേർത്തെന്ന് വയ്ക്കും. പിന്നെ അവരിങ്ങനെ നോക്കിയിട്ടൊന്ന് ഇങ്ങനെ വെച്ചെങ്കിൽ വിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക, പരിസ്ഥിതിയിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചു വന്നത്. ഗുരുക്കന്മാർ ഇരിക്കുന്ന കസേരയിൽ കയ്യിൽ കയറി ഇരിക്കുകയോ കസേരയിൽ ഇരിക്കുകയോ പിന്നെ മേശപ്പുറത്ത് ബുക്ക് പോലും കൊണ്ടുവയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊക്കെ. ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ജംക്കാളുണ്ട്. അത് റൂം തൂത്ത് കഴിയുന്നതിന് വേണ്ടിയിട്ട് തൂപ്പുകാരെടുത്തത് കൊണ്ടുവയ്ക്കും. ആദ്യം അവിടെ ചെല്ലുന്നവർ അത് മാറ്റിയിട്ട് ആ മേശ ക്ലീൻ ചെയ്തിടുക, കസേര നേരെ ഇടുക. ഗുരുക്കന്മാർക്കുള്ള ഇരിപ്പിടം, അതിൻ്റെയൊക്കെ പ്രയോജനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിലൂടെ നിങ്ങൾക്കും കുറേ ഉണ്ടാവണം. ആ പകർന്നു തരുന്നതിൽ നിന്ന് ആവശ്യമുള്ളവർ അതിൽ നിന്നൊക്കെ അതെടുക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാനങ്ങനെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പ്രഭാകരൻ സാറ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഗുരുവാണ്. അത് മാറ്റി നിർത്താൻ പറ്റില്ല. ഞാനൊരു ദിവസം സാറിൻ്റെ അടുത്ത് ഞാൻ റിട്ടയറിന് ശേഷമാണ് ചെല്ലുമ്പോൾ സാറിങ്ങനെ ഇരിപ്പുണ്ട്. സാറിൻ്റെ റൂമിലേക്ക് കയറി. ഇപ്പോൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ടോമി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, വണ്ടിയിൽ കൊണ്ടുപോയിട്ട്. ഇപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എനിക്കൊരു ചെറിയ ജോലിയുണ്ട് സാറിന് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ടോമിയായിട്ട് സാറ് നിൽക്കുക അവിടെ. ഒരു കീർത്തനത്തിൻ്റെ പല്ലവി കുറച്ച് സീനിയറായിട്ടുള്ള രണ്ടുപേർക്ക് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരാഴ്ചയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് അവർക്ക് പാടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ രാഗദാന പല്ലവിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സാറിന് ദേഷ്യം വന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് സാറിന് കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ശാലം കഴിഞ്ഞപ്പം ടോമിയും കൂടെ വെളിയിൽ നിന്ന് കയറി വന്നു. അപ്പോൾ ഇവരങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആ പല്ലവി പാടുന്ന കാര്യമൊക്കെ ഇങ്ങനെ പ്രഭാകരൻ സാറ് ഈ ടോമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ശിഷ്യഗണങ്ങളെല്ലാവരും തന്നെ ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾ എടുത്തു പറയാനുള്ള സുബ്രഹ്മണ്യം, പി സുബ്രഹ്മണ്യം, ഗോവിന്ദൻ നമ്പൂരി,
കൃഷ്ണൻ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ഉടനെ സാർ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിക്കും, ഉടനെ അത് മറുപടി കൊടുക്കും സാറ്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് സംശയം വരുന്നതിന് എപ്പോഴെങ്കിലും സാർ അറിഞ്ഞത് എനിക്ക് തരുമത്. ഞാൻ ചോദിക്കണ്ട, എനിക്ക് ചോദിക്കേണ്ട കാര്യം വന്നിട്ടില്ല. കൃതികൾ പഠിക്കുന്ന കാര്യത്തിലായാലും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കൃതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 1-2 ഉള്ളൂ. അത് പിന്നീട് ഞാൻ പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാഠം തന്നെ ഞാൻ എടുത്ത് പഠിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ മുഴുവനും പഠിച്ചെന്നല്ല പറയുന്നത്, അത്യാവശ്യം. അപ്പം അങ്ങനെ സാറും ടോമിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് പല്ലവിയാണ്. അപ്പം ഞാൻ ഒരു പല്ലവി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പല്ലവി ഒന്ന് സാറിനെ കേൾപ്പിക്കണം. 1 വർഷമായി അത് ഉണ്ടാക്കി വെച്ചിട്ട്. അത് സാറിനെ ഒന്ന് കേൾപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണം. മറ്റുള്ളവർ പറയുന്ന പോലെ എനിക്ക് അങ്ങോട്ട് ഇരുന്ന് സാർ ഞാൻ പല്ലവി ഉണ്ടാക്കിയിട്ടുണ്ട്, സാർ ഒന്ന് കേൾക്കൂ, അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു കൊച്ചു പല്ലവി ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞിങ്ങനെ നോക്കി, സൂക്ഷിച്ചു നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് ആദ്യം ചോദിക്കുന്നത് എന്നെക്കുറിച്ചാണ്. ആ ചോദ്യത്തിൽ ഞാനങ്ങ് എല്ലാം അങ്ങ് സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ആയി. ഞാൻ പറഞ്ഞു, അതെ സാർ, കേൾക്കട്ടെ. ഞാനത് ഒന്ന് പാടിക്കൊടുത്തു. ബ്രഹ്മാനന്ദ ഗുരു നമാമി കോടി പ്രഭകരം ബ്രഹ്മാനന്ദ ഗുരു നമാമി എന്ന് പാടി കേൾപ്പിച്ചു. ഇങ്ങനെ ആലോചിച്ചു അത് ഞാനൊന്നുമല്ല, അത് സൂര്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്ഥലം ഞങ്ങൾക്ക് സൂര്യനാണെന്നാണ്, ഞങ്ങൾക്ക് സൂര്യനാണ്. ശോഭിത പ്രഭാകരം എന്ന് വയ്ക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അദ്ദേഹം കറക്റ്റ് ചെയ്ത് തന്ന പല്ലവി. നമുക്ക് വിവരം കോടി പ്രഭാകരം ആണ്, എന്ത് ചോദിച്ചാലും റെഡിയാണ്. അപ്പോൾ അത് തിരുത്തി ഇപ്പോൾ ഒരക്ഷരം കൂടുതൽ വന്നിട്ടുണ്ട്, അത് ഇതിനകത്ത് നമ്മൾ പൊള്ളിക്കണം. അപ്പം തന്നെ ഞാൻ അത് പാടി കേൾപ്പിച്ചു. ആലോചിച്ചു, ശങ്കരാഭരണത്തിലല്ലേ ഏത് കാലത്തിലും പാടാം. ഇതൊക്കെ വളരെ ചുരുക്കമുള്ള ചില അറിവുകളാണത്. ശങ്കരാഭരണത്തിലൊരു പല്ലവി രചിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്തിലും പാടാം. അതാണ് ശങ്കരാഭരണം. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്, ഇന്ത്യൻ മ്യൂസിക് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം മായാമാളയ്ക്ക് പകരം ശങ്കരാഭരണമാണ്. അങ്ങനെ ഇവിടെ GN സ്വാമിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ സാറ് എന്നെ കുറച്ച് നാൾ ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ നിന്നൊരു സ്വാമി സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്തിരുന്നു. സാറ് തുടങ്ങിയിട്ട് എന്നെ ഏൽപ്പിച്ചു. പ്രായമൊക്കെ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു. സാറ് തുടങ്ങി വെച്ചിരിക്കുന്നത് ശങ്കരാഭരണം ജതിസ്വരമാണ്. ആദ്യമായിട്ടാണ്. അദ്ദേഹം പഠിച്ചിട്ടില്ല, സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് ആ ജതിസ്വരം ഒന്നും പഠിക്കാതെ, സംഗീതത്തിൽ സരിഗമപദനിസ മറ്റേ മായാമാളകളൊന്നും പഠിപ്പിക്കാതെ ഇത് തന്നെ ഞാനത് പഠിപ്പിച്ച് തീർത്തിട്ടാണ് പിന്നെ മായാമാളകൾ തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങി വെച്ചത് അത് നമുക്ക് തീർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ പല്ലവി ആണ്
നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ അത് ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. അദ്ദേഹം കൂടെ 100% ഇൻവോൾവഡായ ഒരു സാഹിത്യമാണത്. അപ്പം അതങ്ങനെ പറഞ്ഞു തരാനും ഇതുപോലെയൊക്കെയുള്ള ഗുരുക്കന്മാരെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ആദ്യം ഒരു ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കേരളം വിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാട്ടുകാരനോ ഒരു വയലിനിസ്റ്റിനോ ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ അവരാദ്യം ചോദിക്കുന്നത് ആര് ഗുരു, ആരാണ് ഗുരു, ഇതാണ് അവർക്കറിയേണ്ടത്. ആ ഗുരുവിൻ്റെ ഇത് വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. അതുപോലെ സ്കോളർഷിപ്പിൻ്റെ ടെസ്റ്റിനൊക്കെ പോയാലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ പാടുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ചെയ്യുന്ന കാര്യം അതാണ്. ഒരു കുറച്ച് സമയം, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത്രയും ചെയ്യാൻ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗുരുക്കന്മാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരുപാട് പേരെയൊക്കെ കാണാറുണ്ട്. എല്ലാവരും കൂടെ കൂടിയപ്പം ഇപ്പോഴാണ് നിങ്ങളെല്ലാവരും ഒരു ബാച്ചാണെന്ന് അറിയുന്നത്. പലരും ഈ ഒരുപാട് ബാച്ചുകളുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ബാച്ചാണെന്നൊക്കെ ഉള്ള ആൾക്കാരെ അറിയാം, എല്ലാവരെയും അറിയാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഇപ്പോൾ ഈ കൂട്ടായ്മ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. സുബ്രഹ്മണ്യം സുഖമില്ലാതെ കുറച്ച് നാൾ രോഗശയ്യയിലായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് സ്വാതന്ത്ര്യമുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ ഗ്രൂപ്പിലും, നിങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട് അവിടെ എല്ലാം അറിയിക്കണം, എന്നിട്ട് പറ്റുന്നിടത്തോളം കുട്ടികൾ നിങ്ങൾ ഗുരുനാഥനെ പോയി കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ട് അവരൊക്കെ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം പഴയ പോലെ ഇപ്പോൾ ഒരുപാട് നെറ്റ് ഗുരുക്കന്മാരാണ് ഒരുപാടുള്ളത്. ഓൺലൈൻ ക്ലാസ്സിൽ നെറ്റ് ഗുരുക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈശ്വരവർമ്മ സാർ പറഞ്ഞ മാതിരി ഞാൻ ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യനുണ്ട്. പയ്യന് പാൻസൊക്കെ ഇട്ട് പാട്ട് പഠിക്കുന്നതാണ്. പാൻസ് ഷർട്ടൊക്കെ ഇൻ ചെയ്ത് വളരെ ഇതായിട്ട് വരുള്ളൂ. അപ്പോൾ എന്നെ വഴി വെച്ച് കാണുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ കോളർ ഇങ്ങനെ പിടിച്ച് കാണിക്കും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തമാശയായിട്ട് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ ഞങ്ങൾ കോ വർക്കേഴ്സ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവർ, എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവർ, ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിയവർ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതിൽ നിങ്ങൾ ഒരുപാട് അതിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം. കുറച്ച് പേരെ ഒന്ന് സംഘടിച്ച് കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ച് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിൽ രാജലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട്. രാജലക്ഷ്മി ചെന്നൈയിലോട്ടാണ് ഇപ്പോൾ താമസമാണ്. അവിടുന്ന് ഓടിപ്പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാവരെയും കാണാനുള്ള ഒരു മനസ്സ്, അതൊക്കെ ഈ വേറെ സ്കൂളുകളിലൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് ഒഴിയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒഴിയാമെന്നൊക്കെ നോക്കിയത്, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പം എനിക്കും എല്ലാവരെയും കാണണം, അതൊക്കെ ശരിയാണ്. ചിലപ്പം ചില ദിവസങ്ങളൊക്കെ എണീക്കുമ്പോഴത്തേക്ക് ചിലപ്പം കോൾഡിൻ്റെയോ ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതെങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. മഴയും വെയിലും, ഏതെങ്കിലും മഴയാണെങ്കിൽ മഴ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മഴയും ഒരു ദിവസം മഴയാണെങ്കിൽ പകുതി ദിവസം വെയിൽ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ ആരോഗ്യത്തെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. പഴയ പോലെ അല്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാനും
ഞങ്ങളുടെ സഹപാഠികളെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇനിയുള്ള ഭാവി ജീവിതം നിങ്ങൾക്ക് ഞങ്ങൾക്കും എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. പൊൻകുന്നം സാറിൻ്റെ ശരിക്കും എന്താ പറയുക, ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയാം മ്യൂസിക്കിൻ്റെ. നമുക്ക് വേറെ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. സുബ്രഹ്മണ്യ സാറ്, തുളസി ടീച്ചർ, സാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മൾ, സാവിത്രി ടീച്ചർ, ശരിക്കും നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ആ പഴയ കോളേജാണെങ്കിൽ ആ ക്ലാസ് റൂമിൽ വന്നിരുന്ന് സാറിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ഇപ്പോഴും നമുക്ക് മനസ്സിലങ്ങനെ തോന്നാറുണ്ട്. ഇനി അടുത്തൊരു സമാഗമത്തിന് നമുക്ക് ഒരു ഫുൾ ഡേ പ്രോഗ്രാമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കണം. അങ്ങനെ സംഘടിപ്പിക്കാനുള്ള അനുഗ്രഹം നമ്മുടെ അധ്യാപകരിൽ നിന്നും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തതായി നമ്മുടെ ഗുരുനാഥന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനായി ബാബുരാജിനെ ക്ഷണിക്കുന്നു. ശ്രീ ജോർജ് കുര്യൻ. അടുത്തതായി ആദരണീയായ നമ്മുടെ തുളസി ടീച്ചറിന് ഷാളണിയിച്ച് ആദരിക്കുന്നതിലേക്കായി ശ്രീമതി പ്രീതയെ ക്ഷണിക്കുന്നു. ടീച്ചറിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി മിമ്മിനി. അടുത്തതായി ശ്രീ സത്യനേശൻ സാറിന് പൊന്നാട നയിക്കുന്നതിലേക്കായി ശ്രീ വിജയനെയും 4 വർഷം മുമ്പ് തഞ്ചാവൂർ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഭരതനാട്യമൊക്കെ ഉള്ള എല്ലാ വിഷയങ്ങളുമുള്ള ഒരു അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ എൻ്റെ ശിക്ഷകങ്ങളാരൊക്കെയാണ് എന്ന് ചോദിച്ചു തമിഴിൽ. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞു. ബോധം നമുക്ക് തുടങ്ങി കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. അവിടെയൊക്കെ പേര് അദ്ദേഹം ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തുന്ന ആ സമയത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇങ്ങനെ നിറയെ ഓഡിയൻസാണ്. അവർക്കാർക്കും അറിയത്തില്ല. അവസാനം അദ്ദേഹം ചിന്ന ആശയം അപ്പോഴീ പറഞ്ഞ പോലെ അപ്ലാസായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ഒന്ന് പരിചയമായത്. അത് ഞാനിവിടെ വന്നിട്ട് മീയുടെ നമ്പർ എൻ്റെ ഇല്ലായിരുന്നു. അത് കിട്ടുന്നിടത്തുനിന്ന് ഞാൻ വാങ്ങിച്ച് മീനെ വിളിച്ചു, ഞാൻ സംസാരിച്ചു.
മിനിയൊക്കെ ഞാൻ അറ്റൻഡൻസ് കുറവാന്ന് പറഞ്ഞ് ഒരുപാട് എനിക്ക് ഓർമ്മയുണ്ട്. അത് ക്ലാസ്സിലൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യം ഓരോന്നാണ്. അതൊക്കെ അതും അറിയാം. അപ്പോൾ മിനിയെ കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ ഓർമ്മിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളിൽ കൂടെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നന്ദി സാർ. അടുത്തതായി നമ്മളുടെ പ്രിയങ്കരനായ അധ്യാപകൻ സത്യനേശൻ സാറിനെ ആദരിക്കുന്നതിലേക്കായി ശ്രീ മുണ്ടക്കയം വിജയകുമാറിനെയും കെസ്റ്ററിനെയും ക്ഷണിച്ചുകൊള്ളും. ഒന്ന് പിടിക്കും കേട്ടോ. ഞങ്ങൾ സാവിത്രി ടീച്ചറിനെ ആദരിക്കുന്നതിലേക്കായി ശ്രീമതി ബിനുവിനെയും ഡോക്ടർ രാജലക്ഷ്മിയും ക്ഷണിച്ചുകൊള്ളും. ക്യാമറ അടുത്താണ്. ഓക്കെ, ഇവിടെ നോക്കണേ. കാണാൻ നോക്കണേ. വയലിൻ സെക്ഷനാണ്. ഈശ്വര സാറിനെ യാതൊരു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഭയിൽ സ്ഥാപനം ചെയ്യുന്നു. അതിനുവേണ്ടി സി ഡി രാജേന്ദ്രനെയും ദിനേശിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത യാതൊരു നൽകുന്നതിന് വേണ്ടി പി ടി രാധാകൃഷ്ണ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുവേണ്ടി വിനയനെയും രേഖനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അടുത്തതായിട്ട് പ്രധാന സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പത്മ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്
രജനി മായേഷ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ചിത്രയിലേക്ക് ക്ഷണിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിന് മുന്നോടിയായി ഇവിടെ ഒരു പൊതുവെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ ഗായിക ശ്രീമതി മിൻമിനി അവാർഡ് കിട്ടിയ ആ ഗാനമായ നേരത്തെ പൊൻകുന്നം സാർ സ്മരിച്ച ചിന്ന ചിന്ന ആശ എന്ന ആ ഗാനത്തിൻ്റെ ഒരു 4 വരി ആലപിക്കണമെന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു റിക്വസ്റ്റാണ്. വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ചിന്ന ചിന്ന ആശയം തന്നെ വേണം. അതാണ് ഞങ്ങളുടെ ആശയം. சின்ன சின்ன ஆசை சிறுகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. மதியம். Thank you. ഞാൻ ജനിച്ച് വളർന്ന് കൊടുത്തതിനാണ് പഠിച്ചത് ബോയ്സ് സ്കൂളിൽ വലിയ തേവര കോളേജിൽ. അപ്പോൾ ടീച്ചർ ഞാൻ പാവാണെന്ന് തോന്നുന്നു. അത്ര പാവമല്ല. എൻ്റെ സ്വഭാവം ഈശ്വരൻ വിളിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ തേവര പഠിക്കുമ്പോൾ ചില അധ്യാപകരെ നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. ബികോം ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. അവസാനം അറ്റൻഡൻസ് ഇല്ല. ഒടുക്കം നമുക്കറിയാം ഒരു ട്യൂബിനെ കൊണ്ട് അയാളുടെ അമ്മാവനാന്ന് കൊണ്ട് ഓഫീസിൽ നിന്ന് അറ്റൻഡൻസ് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പരീക്ഷയിൽ അന്ന് ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് ഞാൻ കീർത്തനത്തിന് നൊട്ടേഷൻ എഴുതി വെച്ചു, ഗുഡ് ബൈ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എപ്പോഴത് മാഷിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാലേന്ദ്രൻ്റെ വീണ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാലിനോട് താഴെ പിടിച്ചു. അപ്പോൾ താൻ എന്തിനാണ് പഠിക്കാൻ പറഞ്ഞത്? സംഗീതത്തിൽ പോകുന്നു. അങ്ങനെ അത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ഘട്ടമാണ്. 9ാം ക്ലാസ് സംഗീതം 9ാം ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടായത്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ 4 ക്ലാസ് വെച്ച് ഞാൻ വൈകി പഠിച്ചു. 9ാം ക്ലാസ് കണക്ക് മാഷിൻ്റെ ചെവി പിടിച്ചൊരു ചിരിച്ചു. അന്ന് ഗുഡ് ബൈ പോയാൽ മതി. ഇപ്പോൾ തോന്നുന്നത് അത് ഇവിടെ വയലിൽ തുടങ്ങുന്ന ജോലി ഞാൻ പ്രതീക്ഷിച്ചതല്ല. ജോലി ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ ചേച്ചിമാരൊക്കെ പാട്ട് പാടും. അവരൊക്കെ ഇപ്പോൾ
നിർത്തി. ചേട്ടൻ പറഞ്ഞ അങ്ങനെ ഫാമിലിയാണ്. അമ്മ ഇവിടുത്തെ പ്രിൻസിപ്പാൾ അവിടെയായിരുന്നു. പക്ഷെ അമ്മമ്മ വിട്ടില്ല, സ്ത്രീകൾ പുറത്തേക്ക് പോകാൻ പാടില്ല. പറ്റില്ല. അന്ന് എൻ്റെ ഒരു അമ്മാവനായിട്ട് കോളേജ് തുടങ്ങിയത്. അന്ന് ഇവിടെ മറ്റേ കഥകളി, ഹരികഥ, ഫ്ലൂട്ട്, തുന്നല്, പിന്നെ കൈകുട്ടികളിയൊക്കെ ഉണ്ടായിരുന്നു. അത് നിന്നുപോയി. അതൊക്കെ ഞാൻ ഡോക്ടറായിട്ട് ഡേറ്റ് ആയിട്ട് മദ്രാസിലുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അനന്തരാമ ഞാൻ സാരമതി രാഗം വായിച്ചു. അപ്പോൾ മാസ്റ്റർ എന്തിനു ചെയ്യാൻ നിങ്ങൾ വായിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റിനാണ് ചേർന്നോളെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല മാർക്ക് പാസ്സാവുകയും ചെയ്തു. അത് പിന്നെ ഇങ്ങനെ ജോലി ശേഷമായിരുന്നു. കുറച്ച് നാൾ ആലുവ ക്ലാസ്സിൽ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ അവസാനം പാലക്കാട് ജോലി കിട്ടി. അതും ഈ സംഗീതത്തിൽ കുറേ വിഷപ്പാമ്പുകളുണ്ട്. എൻ്റെ കൂട്ടുകാരൻ സ്വാമിനാഥൻ ജോലി ചെയ്തു. അരമണിക്കൂർ സ്റ്റേ ആയിട്ട് വന്നു. ഞാൻ പിന്നെ 2 വർഷം നോക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഇവിടെ മാറ്റം കിട്ടി. സ്വതേ 5 കൊല്ലം മലബാർ സർവീസാണ്. പക്ഷേ ഇവിടെ ഭാനുമതി ടീച്ചർ എൻ്റെ കസിനാണ്. അത് പെൻഷൻ പറ്റിയപ്പോൾ എനിക്കും കൂടി കിട്ടി. അപ്പോഴും ഇവിടുത്തെ ചില, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അന്ന് എനിക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം. അത് കാരണം ഞാൻ പെൻഷൻ പറ്റിയപ്പോൾ ആർക്കും സദ്യ കൊടുത്തിട്ട് നമ്മുടെ ആൾക്ക് രാധാകൃഷ്ണ വയൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അവിടെ സദ്യ കൊടുത്തു. മറ്റേ എനിക്ക് ആശംസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ പിന്നെ ഇവിടെ വരുന്ന ഞാൻ പെൻഷനായി. ഇവിടെ ഞാൻ ജോലി കയറിയപ്പോൾ തന്നെ രസകരമായ ചില കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ മൃദംഗം പഠിക്കാൻ ചേർന്ന ആൾക്ക് മൃദംഗം വായിക്കാൻ അറിയില്ല, മിമിക്രി പറയും. കഥകളി പഠിക്കാൻ ആശാന ചിത്രം വരില്ല, ഏതാ ചോദിച്ചാൽ അതറിയില്ല. അങ്ങനെ ടാലൻ്റ് ഉള്ളവരുണ്ട്. ഒരിക്കൽ രാധാകൃഷ്ണൻ നെല്ലിന് ആരാണത് ചോദിച്ചു, ഇന്നലെ ആരൊക്കെയാണ് വരാത്തത്, എടുത്തു പറഞ്ഞു സാറ് വന്നില്ലായിരുന്നു. അങ്ങനെ കഥകളിയിൽ അതിലാണ് ചിത്രം. കരുണാകരൻ ആശാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം വൈകിട്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നത്, രൂക്ഷമായിട്ട് കഥകൾ ശരി ഒരിക്കൽ നോട്ടം ശിഷ്യൻ ആശാനെ വരട്ടി. പിന്നത്തെ നീ എപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ചില ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ പല ഉദ്ദേശങ്ങളോട് ചേർന്നില്ല. ചില സമയം കളയാൻ വേണ്ടി, ചില രാഷ്ട്രീയം കളിക്കാൻ, സിനിമയെ കയറാൻ, കുറച്ച് പേര് മാത്രം സംഗീതം പഠിക്കാൻ, നമ്മളൊരു പഠിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനത്തെ ഇരിക്കുന്നുണ്ട്. ഒരു വേറെ അനുഭവം കൂടി പറയാം. ഞങ്ങളുടെ ഒരു 4 പിള്ളേരെ താമസിച്ചിരുന്നു, വാടകയിലാണ്. പക്ഷെ അവസാനം അവർ എന്നെ നാറ്റിക്കുണ്ടായിരുന്നു. ഇവരെ ഒരു ആക്സിഡൻറ്റ് പെട്ടിട്ട് അവിടെ ആസ്പത്രി ചെന്ന് അടിപിടി. പോലീസ് അവിടെ അന്വേഷിച്ചു. വാടകയില്ല, താമസിച്ചില്ല. പിന്നെ അവരെന്നെ മുങ്ങി ഇരിക്കുകയാണ്. ഇവിടെ ഒന്നും പെടാത്ത ബാബു ഏർപ്പെട്ടു. മറ്റവരെല്ലാം മുങ്ങി. കൊടുക്ക എങ്ങനെയൊക്കെ കേസ് വലിയ തലവിൽ രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് 5-6 മണി താമസിച്ചിരുന്നു അവിടെ. വാടകയിൽ നിന്ന് ലൈവ് പിടിച്ചത് അങ്ങനെ ഉപാധിയായിട്ട് ഉപദ്രവമായി പോയി. അതാണ്. ഇപ്പോൾ മാത്രമല്ല, പെൻഷൻ പറ്റി ഇപ്പോൾ തിരക്കൂടി പല പഠിക്കാൻ പറ്റും. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ സാധാരണ പിള്ളേർ എനിക്ക് പിള്ളേർ പേടിയാണ്. കാരണം വെച്ചാൽ നമസ്കരിക്കുമ്പോൾ കാല് വാരിയാലോ എന്ന് പേടി. എങ്ങനെ സ്വഭാവം അറിയില്ലല്ലോ, അത് പേടിയാണ്. അതേമാതിരി ആശാന് പാര വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്. അത് വേറെ തിരുവനന്തപുരത്തൊക്കെ അഡ്വാൻസ് പഠിച്ച് പഠിക്കാൻ പറ്റും. വേറൊരു സംഭവം ഉണ്ടായി. ഇവിടുത്തെ 35,000 രൂപ കൊണ്ടുവന്നു. മകനെ എങ്ങനെയൊരു റിയാലിറ്റി ഷോ പാട്ടോ പോയാൽ ഏതായാലും ദിവസം അവിടെ കേട്ടത് ഞാൻ കടയിൽ പോയി മേടിക്കാൻ പോകും. ഒരു 10 കിലോ 100 രൂപ കിട്ടും, അവിടെ പോയി മേടിക്കാൻ പോകും. രൂപ 35,000 രൂപ കൊണ്ടാണ് ഇപ്പം ഒരു ഗുളിക രൂപത്തിൽ കിട്ടുന്നവരുണ്ട്. വയലിച്ച് ഏറ്റവും വിഷമമുള്ളതാണ് ഇങ്ങനത്തെ പല ആളുകളാണ്. പിന്നെ വേറിട്ട ട്രെൻഡുകൾ വെച്ചാൽ സിനിമയിൽ എന്തൊക്കെയാണ് എന്തോരോ മഹാനുഭാവം കേട്ടില്ലേ, നശിപ്പിക്കുകയും ചെയ്യണതൊക്കെ. അതുമാതിരി വേറെ പലതും അത് ശരിയല്ല. ഈ കർണാടക ഞാൻ പറയും, എനിക്കൊരു കാര്യത്തിൽ അഭിമാനമുണ്ട്. ഞാൻ ത്യാഗരായപ്പറ്റില്ല 5-ാമത്തെ ആളാണ്. എൻ്റെ ആദ്യത്തെ വീട് രാഘവമേനൻ അധികം പ്രിൻസിപ്പാൾ അവിടെ ആളായിരുന്നു. പക്ഷേ ചില കുത്തിത്തിരി കിട്ടിയില്ല. അങ്ങനെ സ്റ്റുഡൻ്റാണ് കൊച്ചമ്മണിയമ്മ. കൊച്ചമ്മണി മകളെ ലളിത. അപ്പോൾ അങ്ങനെ ഈ സബേശ്ശേരി ശിഷ്യനാണ്. സബേശ്ശേരി അങ്ങനെ ഈ ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പാളാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ 5-ാമത്തെ 6-ാമത്തെ ജനറേഷൻ ശാഖര പരമ്പരയിൽ. അപ്പം ഞാൻ സ്റ്റുഡൻസ് നിങ്ങൾ സംഗീതം നശിപ്പിക്കരുത്. ഇത് മഹത്തായിട്ട് കലയാണ്. ഇത് ഫ്യൂഷൻ ട്യൂഷൻ അവസാനം ശശികുമാർ പറഞ്ഞ അവസാനം കൺഫ്യൂഷൻ അങ്ങനെ ആക്കി നശിപ്പിക്കരുത് എന്ന് പറയാറുണ്ട്. ഇത് ഗൗരവത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. എത്ര പിള്ളേർ മാസം 40,000 50,000 ഉണ്ടായിട്ടുണ്ട്. ഗൗരവമായിട്ട് എടുത്താൽ ജീവിക്കാൻ പറ്റും. പണ്ടത്തെ മാതിരിയില്ല. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പുച്ഛാണ്. ശവപ്പെട്ടി കൊണ്ടുപോകുന്ന അറിയാം. ഇപ്പോൾ ശവപ്പെട്ടി എല്ലാവരും മതി പോകുന്നു. യേശുവാസം അദ്ദേഹത്തിന് മറ്റു പുച്ഛമായിരുന്നു. മണ്ടന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളതാണ്. അത് യേശുവാസത്തിൽ 4 ആണുങ്ങളുണ്ട്, ബാക്കിയൊക്കെ പെണ്ണുങ്ങളാണ്. ഇപ്പം അതൊന്നും ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മറ്റു പുച്ഛമായിരുന്നു. ശവപ്പെട്ടി ഇങ്ങനെ പുച്ഛമാണ്. ഇപ്പം അതല്ല. ഇതിന് വിഷമമാണ്. അപ്പം എന്നോട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു, അയാൾ പഠിച്ച പണി മറ്റൊരിക്കലും വാങ്ങി പറ്റില്ല. അപ്പോൾ ഇത് വിഷമമുള്ളതാണ്.
ഞാൻ CA മോഹിച്ചു, അത് ഒത്തില്ല. അപ്പോൾ അത് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വൈകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പക്ഷെ നമ്മുടെ ഇപ്പോഴാണ് അതിന് വില അറിയുന്നത്. പക്ഷേ അപ്പം അങ്ങനെ പ്രയത്നിച്ചാൽ ഫലം ഉണ്ടാവും. ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഉഴപ്പിയെടുക്കുകയാണെങ്കിൽ രക്ഷയില്ല. ഇപ്പോൾ കണ്ണ് ചാവടിച്ച് പോലെ കാലം എടുക്കുന്നതാണെങ്കിൽ പോക്കില്ലേ, അല്ലാണ്ട് നേരെ ചുവട് ജീവിക്കാൻ പറ്റും. അതാണ്. അപ്പം ഞാനെല്ലാവരും പറയും സംഗീതം നശിപ്പിക്കരുത്, നിങ്ങൾ ഗൗരവമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പാട്ട് പോയിട്ട് എന്താണെങ്കിലും ജീവിക്കാൻ പറ്റും. പിന്നെ സമയത്തിന് എത്തണം. ചില 6 മണിക്ക് വെച്ചില്ലെങ്കിൽ 8 മണിക്ക് എത്തുക. അതിൽ സമയത്തിന് എത്തുക പാട് വെച്ചാൽ ജീവിക്കാൻ പറ്റും. അതാണ്. അപ്പോൾ ഇത് ശരിക്കും അപ്പോൾ എനിക്കിതാണ് ഞാൻ സാധുവാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ തോന്നിയില്ല. അത് കുറച്ച് വില്ലാത്തവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ തേവരെ പഠിക്കുമ്പോൾ BAക്ക് മറ്റേ TC ജോർജ് അവിടെ അയാളത് കടായും കൊണ്ട് കിടക്കും. ഇപ്പം തോക്ക് എത്ര വ്യത്യാസമുള്ളൂ. അന്ന് കടാരി അന്നേരി മറ്റേ അല്ല ഇയാളെ ഈ MAക്ക് PJ ജോസഫ് പഠിക്കുന്നു. പിന്നെ യേശുദാസും എൻ്റെ അനിയൻ ഞങ്ങളൊന്ന് ചോദിച്ചാൽ മമ്മൂട്ടി ഞാൻ ഒന്നിച്ച് ചോദിച്ചതാണ് ഫ്രീഡിക്ക്. അപ്പം അതിനെ ആവശ്യമില്ല. അപ്പം ഒരു പാവം അല്ല സമ്മതിക്കില്ല. തക്കാൻ നിർത്തുന്നു, വരാമത്തെ പറഞ്ഞ് ക്ഷമിക്കുക. അടുത്തതായി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ. എല്ലാവർക്കും നമസ്കാരം. ഇത് കുറച്ച് താമസിച്ചു പോയി എന്നുള്ളതാണ് എനിക്കൊരു പരാതിയുള്ളത്. ഇത്രയും പേരെ കൂട്ടി ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് നിങ്ങളെ കാണുന്നതും എനിക്ക് വളരെ സന്തോഷം. ഇപ്പോൾ എനിക്കൊരു ഞാൻ ഇരിക്കുന്ന എൻ്റെ കുടുംബത്ത് പോയി എൻ്റെ വീട്ടിലെ എല്ലാവരെയും കണ്ട ആ ഒരു അനുഭൂതി എനിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അല്ലാതെ നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് സാറേ സുഖമാണോ എന്ന് ചോദിച്ചോണെങ്കിൽ ആരും അറിയില്ല. എന്താണ് ഒരു കുട്ടി വിളിച്ചു ചോദിച്ചു, സാറേ ആ ദക്ഷിണ ഞാൻ Google Pay ചെയ്യട്ടെ എന്ന്. ശരി Google Pay ചെയ്യാൻ സാറേ എനിക്ക് അവിടെ വരെ വേറെ സമയമില്ല. അപ്പോൾ അങ്ങനെ കാലഘട്ടം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. പക്ഷെ അതിൽ നമ്മൾ അകപ്പെട്ടു പോരെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സംഗീതം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ആയാലും വോക്കലായാലും ഒരു ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് പഠിച്ചാലേ പറ്റൂ. എത്ര കമ്പ്യൂട്ടർ വന്നാലും എന്തെല്ലാം വികസനം വന്നാലും ഒരു വിരൽ ഉപയോഗിച്ച് ഒരു ഗമകം കൊടുക്കുന്നത് അത് കേട്ട് തന്നെ പഠിപ്പിക്കണം. ഞാൻ UK ഒരു കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു അങ്ങനെ ആദ്യം പഠിപ്പിച്ചാൽ ശരിയാകത്തില്ല. അവസാനം ഈ കുട്ടി ഇവിടെ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ആ കുഞ്ഞ് വയലിൻ വെച്ച് വെക്കാനായിട്ട് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ വെച്ചാൽ വയലിൻ വയ്ക്കും ഈ വിരലയിൽ. അതാണ് ഓൺലൈൻ പഠിത്തത്തിൻ്റെ കുഴപ്പം. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തിരുത്തിയാണ് താൻ്റെ ഈ ഭാഗത്ത് വയലിൻ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇവിടെ പഠിച്ച എല്ലാ കുട്ടികളും ഇന്ന് നല്ലതുപോലെ ജീവിക്കുന്നു. ഞാൻ പലയിടത്തും പോകുമ്പോൾ പലരെയും കാണാറുണ്ട്. അത് കുറച്ചൊക്കെ ശ്രദ്ധിച്ച്, പിന്നെ പഠിക്കുന്ന കാലമാകുമ്പോൾ കുറച്ചൊരു ഇതൊക്കെ വരും. അതൊന്നുമില്ലാതെ കുറച്ചൊക്കെ മനസ്സിലായവരെല്ലാം സുന്ദരമായിട്ട് ജീവിക്കുന്നു. വേറെ പല വിഷയങ്ങളും പഠിച്ച പല കുട്ടികളും ജോലിയില്ലാതെ അലയുന്നു. ഈ പഠിച്ച കുട്ടികൾക്ക് ജോലിയില്ലെങ്കിലും അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനായാലും ട്യൂഷനായാലും. ഇപ്പോൾ എൻ്റെ അടുത്ത് പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട്. അത് പഠിക്കാൻ വരുന്നത് അവർ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അറിയാൻ വയ്യ. അത് പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ശനി ഞായർ 3-4 പിള്ളേർ വരുന്നുണ്ട്. പണ്ട് 10-15 വർഷത്തിനുണ്ട് പഠിച്ചു. അതൊരു നല്ല കാര്യമായിട്ട് അത് എനിക്കൊരു കാര്യം പറയുന്നത്. ഒരിക്കൽ ഞാൻ ഗാനഭൂഷണം സുബ്രഹ്മണ്യ സാറൊക്കെ ഉള്ളത് ഒരു സെൻറ് ഓഫിന് പങ്കെടുത്തു. അപ്പോൾ ഏതോ ഒരു പയ്യൻ, ഞാൻ ഓർക്കുന്നില്ല ആരാണ്, ഒരു പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഞങ്ങൾ സംഗീതം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കോഴ്സൊക്കെ തീർന്നു. 4 വർഷം കഴിഞ്ഞ് ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ സംഗീതം എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കോഴ്സ് അങ്ങ് തീർന്നു സാറേ. അപ്പോൾ അത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കിയത്. പിള്ളേർക്ക് അത്രയും ഒരു ബോധമൊന്നുണ്ട് പഴയ കുട്ടികൾ. അപ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെ ഭവിക്കട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച, അതിനുവേണ്ടി മുൻകൈ എടുത്ത കുട്ടികൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനം. അടുത്തതായി സാവിത്രി ടീച്ചർ. സ്നേഹം നിറഞ്ഞ എൻ്റെ ഗുരുനാഥ തുളസി ടീച്ചർ, രാമേന്ദ്ര സാർ, ഈശ്വരൻ സാർ, എല്ലാ അധ്യാപകർക്കും, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എന്ന് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ നമസ്കാരം. അങ്ങനെ ഒന്നുകൂടെ എടുത്തു പറയാൻ കാരണം ഞങ്ങളും ഇതുപോലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു 2 വർഷം മുമ്പ്
അന്ന് ഞങ്ങളുടെ അധ്യാപകരെല്ലാം വന്നിരുന്നു. അപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ആ പഴയ വിദ്യാർത്ഥികളായി അതിൻ്റെ സുഖം ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. വളരെ സന്തോഷം നിങ്ങളെല്ലാവരും കൂടി കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അധ്യാപകരെയും എൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും കാണാൻ സാധിച്ച സന്തോഷം. ഈ കൂട്ടായ്മ ഇത് അങ്ങേറ്റം വിജയത്തിലെത്തിക്കട്ടെ, ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പ്രിയപ്പെട്ട ശിഷ്യന്മാർ, ശിഷ്യത്തികൾ, നിങ്ങളെ 10-15 വയസ്സിൽ കണ്ടതിന് ശേഷം ഇപ്പോഴെല്ലാവരും പുട്ടന്മാരായവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞു തോന്നുന്നു. ആണെങ്കിലും ആകാം, ഇല്ലെങ്കിലും. ഏതായാലും നിങ്ങളെ ഒരുമിച്ചിങ്ങനെ കാണാൻ പറ്റിയത് എന്തോ ഒരു ഇപ്പോൾ സ്വപ്നം കാണുന്ന പോലെ ഒരു തോന്നലാണ്. ഇങ്ങനെ കാണാൻ എത്ര വർഷങ്ങൾ, ഒരു 30 വർഷത്തോളമായിട്ടുണ്ട് അല്ലേ? അപ്പം എല്ലാവരെയും കണ്ടാൽ മനസ്സിലാകുന്നു ഇപ്പോഴും ആ മുഖം, നിങ്ങൾ പഠിച്ച കുട്ടികളുടെ മുഖമൊന്നും മറക്കില്ല. എനിക്ക് അങ്ങനെ എന്തോ ഒരു അനുഭവമുണ്ട്. പക്ഷേ കാണാൻ കുറേ വർഷമായതുകൊണ്ട് എല്ലാവരെയും ഇപ്പം കണ്ടത്, കാണാനൊരു സൗകര്യം ഒരുക്കി തന്ന നിങ്ങളോട് എത്ര നന്ദി പറയണം. ഇത് അത്രയും ഞാൻ നന്ദി പറയാനും, അങ്ങനെ അല്ലാതെ നിങ്ങളെ കാണാൻ എനിക്ക് പറ്റില്ല. ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഞങ്ങളെ കാണണമെന്ന് തോന്നിയത് ഇങ്ങനെ ഒരു കൂട്ടായ്മ. എല്ലാവരും നല്ല ആരോഗ്യ സംഗീത സൗഖ്യത്തോടുകൂടി ഇനിയും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹാശീസ്സുകളും നേർന്നുകൊണ്ട് അടുത്തതായി പത്മ ടീച്ചർ. വേദിയിലിരിക്കുന്ന സീനിയർ അധ്യാപക സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ 87-91 കാലയളവിലെ വിദ്യാർത്ഥിനികൾ, വല്ലാത്തൊരു നോസ്റ്റാൾജിയാണ് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ. നമ്മളെല്ലാവരും പഴയ കാലത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള അവസരം ഇപ്പോഴത്തെ മോഡേൺ കാലത്ത് വളരെ ചുരുക്കമാണ്. പലരും എല്ലാ കൊല്ലം കെട്ടുകൾ നടത്തും. കുറച്ച് കാലയപ്പറ്റി അതൊരു ഫോർമലാണ്, ഒരു ഇൻഫോർമൽ കെട്ടുകയാണ് അതിൻ്റെതായിട്ടുള്ള ഭംഗി മുഴുവൻ. അത് ഇങ്ങനത്തെ ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പിലേ ഉണ്ടാവുള്ളൂ. ഫാമിലി കെട്ടുകയാണെങ്കിലും ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പം അത് പഴയ കോളേജ് വോക്കൽ, വീണ, വയലിൻ, മൃദംഗം ആ ഒരു വ്യത്യാസം തീരെ കാണിക്കാതെ അവിടെ മാത്രമേ ഈ പുതിയ കോളേജിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അനുഭവം പുതിയ കോളേജിൽ കിട്ടിയിട്ടേയില്ല. പുതിയ കെട്ടിടത്തിൽ ആ പഴയ കോളേജിലെ എല്ലാ അസൗകര്യങ്ങളുടെ ഇടയിലും എല്ലാവരും റെഗുലറായിട്ട് വന്നു, പഠിച്ചു. അവർക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം നന്നായിട്ട് പഠിച്ചു, പാസ്സായി നല്ല നിലയിലെത്തി. അത് വലിയൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അന്നത്തെ ആ ഒരു കലയോടും അധ്യാപകരോടുള്ള ബഹുമാനം തന്നെയാണ് ഈ നിങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. ഇതിനെല്ലാം ആരുടെ പേര് ചൈൽഡാണെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം നടത്തി പൂർണ്ണത്രേഷ്യൻ്റെ നാട്ടിൽ ഈ പൂർണ്ണസ്മൃതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വിനീത നമസ്കാരം. കാമാക്ഷി ടീച്ചർ. എന്ത് പറയണമെന്ന് പറഞ്ഞില്ല.
കൂടെ ഇരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സും പിന്നെ ഗുരുനാഥന്മാരും പിന്നെ ഇപ്പോൾ ഉള്ള 87 അന്ന് പഠിച്ചു പോയത് ഇപ്പോൾ പഠിച്ചത് പറഞ്ഞ പോലെ അന്നുള്ള ഒരു കാണുന്ന മുഖങ്ങളുടെ കുറച്ച് ആ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമായിട്ട് നിങ്ങളെയൊക്കെ കാണാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ലൊരു പരിചയമുള്ളൊരു മുഖവും കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ അന്ന് നമ്മളെല്ലാം പഴയ കോളേജിലുള്ള ആ ചോർച്ച മാറ്റി വയ്ക്കും എന്ന് പറഞ്ഞ് ഭഗവത് സാർ ഇപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴക്കാലത്ത് ചോർച്ച ഇവിടെ അങ്ങോട്ടാണ് മാറ്റുന്നത്. ചോർച്ച മാറ്റിയിട്ടൊന്നുമില്ല അടിച്ചത്, ചോർച്ച മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ആ ചോർച്ച മാറ്റി ആ കെട്ടിടത്തിൽ നിന്ന് ഇപ്പോൾ ഈ പുതിയ അന്ന് സമരമൊക്കെ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെയുള്ളൊരു നമ്മൾ ആ സമയത്താണ് നമ്മൾ ഒന്നുകൂടി എല്ലാവരും ചെയ്യുന്നത്. ആ മഴക്കാലത്ത് ഏത് ക്ലാസ്സിലാണോ എന്താണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ കെട്ടിടത്തിൽ ഇങ്ങനെ വരാൻ നമുക്കൊരു ചേരാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ തന്നെയാണ്. കെട്ടിടം കെട്ടിപ്പൊക്കി അതിൻ്റെ ഒരു സ്ട്രഗിളായിരുന്നു, അതുകൊണ്ട് അത് വിജയിച്ചു. എന്നാലും ഇതുപോലെ ഇപ്പോൾ മനുഷ്യർ പറഞ്ഞ പോലെയുള്ളൊരു നമ്മൾ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ എല്ലാവരും ആ ഒരു ഷേപ്പിലാണ്. അത് നിങ്ങളുടെ ഈ എപ്പോഴും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പഴയ കോളേജിൻ്റെ അതിൽ തന്നെ അതിലുള്ള ഒരു കൂട്ടായ്മയുടെ സ്നേഹവും ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ ആരും ഇത് ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ പഴയ കോളേജ് നമ്മൾ പഴയ മനസ്സിൽ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മൂലാധാരമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് പാലി എന്ന് പറഞ്ഞാൽ പഴയ കോളേജിൽ മനസ്സിൽ വരുള്ളൂ. ആ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് അവിടെ ആണെങ്കിൽ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. ഇപ്പോഴും അത് തന്നെയാണ്. എന്നാലും ഞാൻ പറയാം, അത് അന്നത്തെ ഒരു ഫീൽ ഇപ്പോൾ ഈ കോളേജിലേക്ക് വരുമ്പോൾ ഞാൻ ഏതെങ്കിലും യൂട്യൂബ് സ്കൂളിലൊക്കെ പോകുമ്പോൾ പറയുമ്പോൾ നമ്മുടെ കോളേജിൽ നല്ലൊരു കെട്ടിടം ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മുടെ കോളേജ് എന്താണ് ഇതുപോലെ ആകുന്നത്. ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഒരു സെക്ഷനായി നമ്മൾ തമ്മിൽ ആരും കാണാത്ത ഒരു ഇതും കൂടി അവസ്ഥയും കൂടി വന്നു. അതിലേക്ക് കാലം എത്രയോ ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമാണ്. അതും കടന്നിട്ട് ഇത്രയും എല്ലാവരും ചേർന്ന് ഒരു സുഖിച്ച് ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങളുടെയും ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും ആയുരാരോഗ്യം ഐശ്വര്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഞങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ സത്യനേശൻ സാറാണ്. ഞാൻ പഠിക്കുന്നത് അധ്യാപകനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. എനിക്ക് ആ ഒരു ഫീലാണ് തോന്നുന്നത്. എൻ്റെ ഗുരുനാഥനായ ടീച്ചർ, ഗുരുനാഥനായ രാമൻ സാറ്, പിന്നെ ഇവിടെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും ഞാനിവിടെ ഒരു വലിയ അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന കാലത്ത് പാഠങ്ങളൊക്കെ പഠി പേടിയായിരുന്നു. എല്ലാം ഗുരുക്കന്മാർ പറഞ്ഞില്ലേ, എന്തെങ്കിലും തെറ്റ് വന്നാൽ എന്താ സംഭവിക്കുന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായി എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും വളരെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മുടെ ഓരോ സെക്ഷനിൽ നിന്നും പ്രതിനിധീകരിച്ച് ഓരോരുത്തർ വന്ന് അവരുടെ അനുഭവങ്ങളും ആശംസകളും പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ്. വളരെ കുറച്ച് സമയം മാത്രം എടുത്ത് അത് പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വോക്കൽ സെക്ഷനിൽ നിന്നും ശ്രീ രത്നകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനും മണിയായിരുന്നു ഏറ്റവും ചേർന്നത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഈ കോളേജിലോട്ട് വരികയായിരുന്നു. വരുമ്പോൾ എനിക്ക് അനുഭവമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രീതിയായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഒന്നും ഇവിടെ അനുസ്മരിക്കാനായിട്ട് സാധ്യമല്ല. എന്നാലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. എൻ്റെ ശബ്ദം മാറിയിട്ടില്ലായിരുന്നു ഈ കോളേജിൽ വരുമ്പോൾ. ഞാൻ ഫീമെയിൽ വോയിസിലാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാമേന്ദ്ര സാറ് എന്തെന്ന് പറഞ്ഞു,
പെൺകുട്ടികളുടെ ക്ലാസ്സിലോട്ട് വന്നിരിക്കണം, എങ്കിലേ തനിക്ക് പാടാനൊക്കത്തുള്ളൂ. ഞാൻ കോളേജിൽ വരത്തില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു ക്ലാസ്സിലേക്ക് കയറാൻ. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ വരാതെ കുറേ ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അറ്റൻഡൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു. സാറന്മാരെ അഭിമുഖീകരിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ മുങ്ങി നടക്കുമായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് അനുഭവവേദ്യമായ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം അന്നുണ്ടായത് ഈ തരുണത്തിൽ ഓർത്തുകൊണ്ടാണ്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വയലിൻ സെക്ഷനിൽ നിന്നും ചേർത്തല CD രാജേന്ദ്രൻ. ിരിക്കുന്ന എൻ്റെ എല്ലാ അധ്യാപകർക്കും കൂടെ പഠിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും ഒരു കുടുംബക്കാരെ പോലെയാണ്. ഞങ്ങൾ അധ്യാപകരെന്ന് പറഞ്ഞാൽ അധ്യാപകർ അച്ഛനും അമ്മയും ആവും. പിന്നെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് മക്കളെ പോലെയാണ്. അതുകൊണ്ട് ഞങ്ങളെ അധ്യാപകർ ഞങ്ങളെ അച്ഛനും അമ്മയും ഇതെല്ലാം ഞങ്ങൾ സഹോദരന്മാരെ മക്കളെ പോലെ ഞങ്ങൾ എല്ലാവരും പല രീതിയിലും സാമ്പത്തികപരമായിട്ടും കലാപരമായിട്ടും പല തൊഴിലും എല്ലാവരും പല തട്ടയിലാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളെ പോലെ ഞങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കും ഈ ചേർത്തലയിൽ നിന്ന് അന്ന് ചെറുതൊക്കെ 3-4 വർഷം തിരുവിഴ ശിവസാറിൻ്റെ തിരുവനന്തപുരം ശിവസാറിൻ്റെയൊക്കെ കൂടെ 3-4 വർഷം പഠിച്ചിട്ടൊക്കെയാണ് വന്നത്. അത് അപ്പോൾ എനിക്കത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ ഒരു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അങ്ങനെ പള്ളിപ്പുറം ബാബുരാജ് ഞങ്ങളെല്ലാം ഒരു ചേർത്തലൊക്കെ വന്ന് സാറ് നെടുമങ്ങാട് ശിവാനന്ദ സാറും പിന്നെ നമ്മുടെ തുളസി ടീച്ചറിനൊക്കെ ചേർന്നപ്പോൾ അത് കച്ചേരിയുള്ളപ്പോൾ ഈശ്വരനാഥ് സാറിൻ്റെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, കത്ത് ശിവാനന്ദ സാറൊക്കെ തന്നുവിടും. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷമായ കൂട്ടായ്മയും എല്ലാവരുമായിട്ട് ഇനിയും കൂടാനിടയായിട്ട് ഞങ്ങൾ ഈ സാറന്മാരുടെ നല്ല ചിട്ടയോടുകൂടിയുള്ള ഞങ്ങളുടെ പഠനം കൊണ്ടാണ് ഞങ്ങൾ പഠനം തന്നെയല്ല ബഹുമാനിക്കാനുള്ള ഒരു ചിട്ട ഇന്ന് അങ്ങനെ ഇല്ല. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം യാത്രയിൽ വന്നപ്പോൾ ഈ പുതിയ കോളേജിൽ വന്നപ്പോൾ ഓഫീസിൽ ഇരിക്കുന്നത് ഓഫീസിലെ സ്റ്റാഫെല്ലാം ഇരിപ്പുണ്ട്, അധ്യാപകരില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ വളർത്തിയുള്ള ചെറുക്കുന്ന ഒരു പെണ്ണും കൂടെ ഓഫീസിൽ സ്റ്റാഫിൻ്റെ ഒപ്പം കയറി സ്റ്റാഫ് കസേര ഇരിക്കുന്നു, ഈ പിള്ളേർ കയറി ഡെസ്കെ കയറി ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അതിശയം തോന്നി. ഇപ്പോൾ ഈശ്വരനാഥ് സാറൊക്കെ പറഞ്ഞ പോലെ കാരണം പണ്ടേ വന്ന ഈശ്വരനാഥ് സാറ് ഇവരൊക്കെ നമ്മുടെ കാലത്തൊട്ട് തൊഴിക്കുക. അങ്ങനെ രാമദേവ് സാറായിട്ട് ഇങ്ങനെയുള്ള സാറ് പറഞ്ഞ പാല് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ സംഗീതം അങ്ങനെയായിട്ട് കാര്യം ഈ നമ്മൾ പണ്ട് ചില വൈദ്യന്മാരുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ പറയുന്നത് ചില വൈദ്യന്മാർ ഈ രോഗികളറിയാതെ എളുപ്പം പനി മാറാനൊക്കെ രോഗികളറിയാതെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പാരാസെറ്റമോൾ ഈ വൈദ്യന്മാർ ഈ രോഗികളറിയാതെ ഈ പാരാസെറ്റമോൾ ഇതിനകത്ത് കലക്കി കൊടുക്കും. അപ്പം എളുപ്പം പനി മാറുമ്പോൾ പിറ്റേ ദിവസം നാട്ടുകാരെ അവിടെ ഈ പനി മാറിയ വെച്ച് പറയാം ആ വൈദ്യരുടെയൊക്കെ പോയാൽ എളുപ്പം രോഗം മാറും. കാര്യം ഈ വിഷമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സംഗീതവും കാലത്തിലത്തെ സംഗീതം മാറും. എല്ലാവരും മുടിയൊക്കെ വളർത്തി കച്ചേരിക്ക് വേഷഭൂഷാദികളിലാണ് ആൾക്കാർക്ക് ബഹുമാനം. അപ്പോൾ വയലും വായിക്കുന്നത് എത്രയോ പേര് ഇരുന്നുകൊണ്ട് ക്ലാസിക്കൽ പഠിച്ച് ലാസ്റ്റിൽ അത് ഈ പറഞ്ഞ പോലെ ആയുർവേദത്തിൽ പാരസെറ്റമോൾ ചേർക്കുന്ന പോലെ ഒരു കീർത്തനം ക്ലാസിക്കൽ തുടങ്ങി അവരുടെ പകുതിയാകുമ്പോൾ അതിൻ്റെ ആരാഗത്തിലുള്ള സിനിമാ പാട്ടായി. ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് ഇപ്പോൾ സംഗീതം കുറേ മാറിയിട്ടുണ്ട്. അതെല്ലാം അങ്ങനെയൊന്നും ഞങ്ങളുടെ ഈ പ്രായത്തിലുള്ളവരെ ഇപ്പോഴും സാറന്മാരുടെ ആ നല്ല രീതിയിലുള്ള പഠനവും ഗുരുത്വത്തോടുകൂടി പഠിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ കൂടാനും സാറന്മാരെ അതുപോലെ ബഹുമാനിക്കാനും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഴയ പാമ്പും പഴയതാണ് നല്ലതെന്നുള്ള രീതിയിൽ ആ സംഗീത ഉയർന്നു പഴയ രീതിയിലേക്ക് മാറി എല്ലാവരും ആ രീതിയിൽ തന്നെ പോകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അടുത്തതായി മൃദംഗം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തുറവൂർ സുശീൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി
മനസ്സിന് സങ്കടം തോന്നിയ പറയാം. വീണ്ടും സാറിനെ വിളിച്ചിട്ട് സാറിന് എത്താൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ കണ്ടപ്പോൾ മനസ്സിലൊരു വിഷമം തോന്നി. അപ്പോൾ സാറ് ഞാൻ മിനിയാന്ന് സാറിനെ വിളിച്ചിരുന്നു, എനിക്ക് എത്താൻ പറ്റിയില്ല, ഗുരുവായൂർ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സാറിനെ എല്ലാവരും ആദ്യത്തെ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സുകൊണ്ട് സാറിനെ ആദരിച്ചു. അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവം. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റിയതിലും വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സാറന്മാരുമായിട്ട് സംസാരിക്കും. പിന്നെ ഞാനിങ്ങനെ ഓടി ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഓടി നടന്ന തമാശ പറയുന്നൊരു വ്യക്തിയും കൂടി ആയിരുന്നു. അപ്പം എല്ലാവരും കാണാനും അതൊക്കെ സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തവിപ്പത്തിൽ പോകണം. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയത്. തുളസി ടീച്ചറിന് മിക്കവാറും ഞാൻ കാണാറുണ്ട്, രാമൻ സാറിനെ കാണാറുണ്ട്, പി ടി രാജൻ സാറിനെ എല്ലാ ആഴ്ചയും കാണാം. ഞങ്ങളൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്, ഭാവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാറുടെ ഞങ്ങളിപ്പോൾ വിശേഷങ്ങൾ പറയാറുണ്ട്, അങ്ങനെ സംസാരിക്കാറുണ്ട് എല്ലാവരും. പിന്നെ ഞങ്ങൾ കുറേ അനുഭവങ്ങൾ പറയും. മധു, അജിത്ത്, ഞങ്ങൾ പ്രധാന സെക്ഷനിൽ നിന്ന് 6 പേരല്ലേ, ഞങ്ങൾ ടീംസ് എന്ന് വിളിക്കുന്ന 2 അവരുടെ കൂടെ കൂടി ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മധു കുറച്ച് കപ്പലണ്ടി കൊണ്ടുവരും. അതൊക്കെ ഞങ്ങൾ മധുവിൻ്റെ പെങ്ങൾ കുറച്ച് കപ്പലിനെയും കൊണ്ട് വരുമ്പോൾ തന്നെ മാധുരിക്കുന്ന കപ്പലിനെ മേടിച്ച് ഞങ്ങൾ മാധുരിക്ക് മറ്റേ ടിന്നും കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ഭയങ്കര അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിലുപരി ഞങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് ക്ലാസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ക്ലാസ് എടുത്തത്, ഞങ്ങൾക്ക് പോർഷൻ തീർത്തത് വേണു സാറാണ്. അത് എന്നും ഇന്നും എപ്പോഴും സ്മരിക്കപ്പെടും. ചില കാലയളവിൽ ഇപ്പോൾ സുബ്രഹ്മണ്യ സാറ് ഓരോ ഓഫീസ് കാര്യങ്ങളിലേക്ക് പോകും, ഞങ്ങൾക്ക് പോർഷൻ തീർക്കില്ല. അപ്പം സാറ് വന്ന് പറഞ്ഞു തരും, എനിക്കറിയാമെന്ന് എനിക്ക് പറഞ്ഞു തരാടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യം ക്ലാസ്. ഞങ്ങൾ പോർഷൻ ജയിച്ചതിൽ അതിന് ഭൂരിഭാഗവും വേണു സാറിൻ്റെ ക്ലാസ്സോടുകൂടിയാണ്. ചില അവരെ മോശമാക്കി കാണാനല്ല, അവർക്ക് വേറെ ഓരോ കാര്യങ്ങളിലേക്ക് അവർ പോയിരുന്നു. പിന്നെ സുബ്രഹ്മണ്യ സാർ നമുക്ക് ഈ സമയത്ത് മനസ്സുകൊണ്ട് സാറിന് നമിക്കുന്നു. ഒത്തിരി ഒരു കോർവ പോലും പറഞ്ഞു തന്നാലും അതാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ഒരു കോർവ നമുക്ക് പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിരിക്കണം. 1, 2, 3 കാലം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് ഓർത്തിരിക്കെന്ന് പറയുന്നത് ഇത് മണിയേരുടെ പൂർവ്വം. സാറെന്ന് ഞങ്ങൾക്ക് ഒരൊറ്റ ക്ലാസ് സാറ് വന്നെടുത്തു. ഇപ്പോഴും ജീവിതത്തിൽ പല കച്ചേരികൾക്കും വായിക്കാറുണ്ട് പൂർവ്വം. അതുകൊണ്ട് സാറിനെ എപ്പോഴും മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ട്. അതിലുപരി പിന്നെ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, ഒരു ചെറിയൊരു അനുഭവം പറയട്ടെ. ഞാൻ രാമേശ് സാറിനെ ഞാൻ കണ്ടപ്പോൾ അത് ഈശ്വര കൃപയാണ്. അവരിൽ നമ്മളുണ്ടാകുന്ന സ്നേഹങ്ങളാണ്. രാമേശ് സാറിനെ ഞങ്ങൾ ഒത്തിരി ചീത്ത പറഞ്ഞിട്ടുണ്ട്. സാർ ഞങ്ങൾ സമരമൊക്കെ ഉണ്ടാക്കുന്ന സാർ വിദ്യാർത്ഥി എന്ന് പറയും, വിദ്യാർത്ഥിക്കേണ്ടവരെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സമരം ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ അതൊക്കെ സാറ് മാറി നമ്മളോട് വരുന്ന സാറ് ഓടി വരുന്ന കെട്ടിപ്പിടിക്കുക ചെയ്യണം. എത്ര സ്റ്റേജിൽ വൈക്കത്ത് വെച്ച് കാണാറുണ്ട്, പഞ്ചരത്തിന് സായി സമിതി വെച്ച് കാണാറുണ്ട്. എല്ലാ വേദികളിലും സാർ മിക്കവാറും നിറഞ്ഞു നിൽക്കും. ഞങ്ങളും ആ ഭാഗത്ത് സാറിൻ്റെ കൂടെ പോയിരിക്കും. അത് ഈശ്വര കൃപയാണ്, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം മാത്രം കൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നടത്താൻ. നമ്മളുടെ മാത്രം ഇതല്ല, ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇവരും കൂടെ നമ്മളോട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വേദി നമുക്ക് കിട്ടിയത്. അതെല്ലായ്പ്പോഴും പൂർണ്ണത്രേശൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരിലും എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരോടും സംസാരിക്കാൻ പറ്റി. ഇത് കഴിഞ്ഞിട്ട് വേണം എല്ലാവരോടും കൂടെ സംസാരിച്ച് നമുക്ക് ഇത് പറയാം. പിന്നെ ഒരു ചെറിയൊരു തമാശ. പണ്ട് ഞാൻ ഇതൊരു വേദി മോശമായിട്ട് കണ്ടത് 2 മിനിറ്റ് മതി. അപ്പോൾ പണ്ട് ഞാനിങ്ങനെ പറയും, പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞു, അവനിപ്പം സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം തളർന്നിരിക്കുകയാണ്. നന്നായിട്ട് എൻ്റെ ബാച്ചിൽ തബല വായിച്ചിട്ട് ഞങ്ങൾ പിൻമിനെ കൂടെ അവൻ്റെ അമ്പലത്തിൽ ഒരു കച്ചേരി ഭക്തിഗാനമേളയ്ക്ക് പോയിട്ട് അന്ന് ആ പ്രോഗ്രാം നടത്തിയില്ല. അനിലൊക്കെ വീണവനെ എനിക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം കുറച്ച് സമയം എടുത്തു പോയിട്ടോ, സോറി കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. എന്നാലും പറയാതിരിക്കാൻ നാളെ പറയാൻ പറ്റില്ല, ഇന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം പണ്ട് ഞാൻ തമാശ പറയുന്നത് നസീറിനെയൊക്കെ അനുകരിക്കരുത്. അപ്പോൾ ആ ഒരു ചെറിയൊരു സംഭവം ഞാനത് എൻ്റെതായ ഒരു കാഴ്ചപ്പാട് പ്രേമനസീർ എങ്ങനെ മൃദംഗ ക്ലാസ്സിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അവതരിപ്പിക്കാം. ബോറടിക്കണമെങ്കിൽ ശ്രമിക്കുക. അമ്മേ ഞാൻ വന്നു, അമ്മയുടെ പുനരമകൻ പരീക്ഷ ഗാനകുട്ടി പരീക്ഷ ഫസ്റ്റ് ക്ലാസ് പാസ്സാകാനാണ് വന്നിരിക്കുന്നത്. കണ്ണു തുറക്കും. ഇനി നസീർ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? മിശ്രയാപ്പ് തളർന്ന് പറഞ്ഞാൽ തക്കിട്ടത്തക്കവിയാണമ്മേ തക്കിട്ടത്തക്കവി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുശീലിന് മൃദംഗം വായിക്കാൻ മാത്രമല്ല
ഒരുപാട് പേരെ അനുകരിക്കാൻ നന്നായിട്ട് അറിയാം. ബാലമുരളി കൃഷ്ണ സാറിനെ, നമ്മുടെ ആലപ്പുഴ ഗോപിനാഥ പ്രഭു സാറിനെയൊക്കെ നന്നായി അനുകരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചുരുങ്ങിയ സമയമായതുകൊണ്ട് അതിനുള്ള വേദിയിലേക്ക് നമുക്ക് മറ്റൊരു വേദിയിൽ നമുക്ക് സുശീലിനെ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കാം. അടുത്തതായി വീണ സെക്ഷനിൽ നിന്നും മായ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഞങ്ങൾ ആ ബീന സെക്ഷൻകാർ ആ വരാന്തയിൽ ഇങ്ങനെ നിൽക്കണതാണ്. ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞങ്ങളെപ്പോൾ നോക്കിയാലും ആ ഒരു വരാന്തയിൽ ഇങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നോക്കി ചിരിച്ച് എല്ലാവരും നേരം പരിചയക്കാരാണ്. പ്രത്യേകിച്ചൊരു ക്ലാസ്സില്ല. ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ അന്വേഷിച്ച് വീണയായിട്ട് ഇങ്ങനെ നടന്ന് ക്ലാസ് അന്വേഷിച്ച് വിളിച്ച ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ച് അങ്ങനെ കണ്ടുപിടിക്കണ്ട, അവരോട് പോയി പറയണം ക്ലാസ് ഉണ്ട്, അവിടെ പോയിരുന്ന് വാങ്ങിക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് അതുമില്ല. മഴയത്തെ വീണ എടുത്തുകൊണ്ട് അങ്ങോട്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഓർമ്മ അതായിരുന്നു ഇപ്പോഴും. പക്ഷേ ഓർമ്മകൾ ഒരുപാടുണ്ട്, അതൊന്നും ഇപ്പം ഞാൻ പറയണില്ല. അപ്പം ആശംസകൾ പറയാനാണല്ലോ പറഞ്ഞേക്കണേ. അപ്പം ഞാൻ എൻ്റെ ഗുരുനാഥന്മാർക്കെല്ലാം വിധ ആരോഗ്യ സൗഖ്യങ്ങളും ആശംസിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങളെ വിട്ടുപോയ സരസ്വതി അമ്മ ടീച്ചറുണ്ട്, വീണ സെക്ഷനിൽ ലക്ഷ്മി ടീച്ചറുണ്ട്, അവരെയും ഈ സമയത്ത് ഓർക്കണം. പിന്നെ ഞങ്ങളുടെ കൊച്ചുമരുമൻ ടീച്ചർ, ഞങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം സപ്തസ്വരം പറഞ്ഞു തന്നത് കോളേജിൽ പറ്റ ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ ലളിത ടീച്ചർ ഒരാളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഞങ്ങൾക്ക് അഡ്രസ്സും നമ്പറൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ വരുത്താൻ പറ്റിയില്ല. പിന്നെ കാമാഷ് ടീച്ചറാണ് ക്ലാസ്സിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ദേഷ്യമൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങിയാൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മളോട് സംസാരിച്ചിട്ടുള്ള ടീച്ചറാണ്. പിന്നെ പത്മ ടീച്ചറെ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ വീണയിൽ എനിക്ക് വീണ എങ്ങനെയാണ് എന്ന് കൈ പിടിച്ച് സപ്തസ്വരം എനിക്ക് കാണിച്ചു തന്നത് പത്മ ടീച്ചറാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ടീച്ചറുടെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് സപ്തസ്വരം പഠിച്ച് ഞാൻ കോളേജിൽ വരുന്നത്. അത് ഇന്നും ഞാൻ സ്മരിക്കണു. ടീച്ചറെ ഇന്നും ഞാൻ സ്റ്റുഡൻ്റായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകും. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാനെന്താ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ എല്ലാ സാറുമാർക്കും ടീച്ചേഴ്സിനും എല്ലാവിധ ആയുരാഗ്രഹ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും നമുക്ക് ഇതുപോലെ കൂടുമ്പോൾ ഇവർക്ക് ഇതുപോലെ തന്നെ വന്ന് നമ്മളോട് കൂടിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിനീതമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ബാബുരാജ് കൃതജ്ഞത പറയുന്നു. അതിനുശേഷം നമ്മളുടെ അധ്യാപകരുമൊത്തുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്, ഉച്ചഭക്ഷണമുണ്ട്. ഇതിലെല്ലാം എല്ലാവരും പങ്കെടുക്കണം. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം മാത്രമേ ഈ ഓഡിറ്റോറിയം വിട്ടു പോകാവൂ. കൃതജ്ഞത അർപ്പിക്കുന്നതിലേക്കായി ശ്രീ ബാബുരാജിനെ ക്ഷണിക്കുന്നു. പ്രിയ അധ്യാപകരെ, എൻ്റെ മിത്രങ്ങളായ എൻ്റെ സഹപാഠികൾ, വളരെ നമ്മൾ ശരിക്കും ഇത് രാജു സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാലം നമ്മൾ കഴിഞ്ഞു പോയി. കാരണം നമ്മൾ ഈ കോളേജിൽ നിന്ന് ഗാനഭൂഷണം അതുപോലെ തന്നെ ഗാനപ്രവീണൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്കിവിടെ ഗാനപ്രവീണില്ല, അതുപോലെ വോക്കൽ സെക്ഷനും ഗാനപ്രവീൺ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? സ്പെഷ്യൽ ടീച്ചേഴ്സിന് നിയമനമില്ല. ഞാൻ ആ 91 കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു PSC വിളിച്ച് ഒരു വയനാട് പോയിട്ട് അതിൻ്റെ റിസൾട്ട് പോലും വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പഠിച്ച മേഖലയും അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാഥന്മാരെ മനസ്സിലാക്കി വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ ജീവിത പ്രാരാബ്ദത്തിൽ നമ്മളതെല്ലാം മാറ്റി നിർത്തുവാണ്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അച്ഛനമ്മയ്ക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി. അതുകൊണ്ട് ശരിക്കും നമ്മളത് മനസ്സിലൊതുക്കിയിട്ട് നമുക്ക് വരുന്ന അനുഭവങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ട് നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് പോയി.
ശരിക്കും ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ കടക്കുമ്പോൾ മധ്യം നമ്മൾ ആ സമയത്ത് എത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ അധ്യാപകരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു, നമ്മുടെ അച്ഛനമ്മമാരെ പറ്റി ചിന്തിക്കുന്നു, സമൂഹത്തെ പറ്റി ചിന്തിക്കുന്നു. ആ ഒരു ഇരുത്തം വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഇരുത്തം വരുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പറ്റിയും നമ്മളെ പഠിപ്പിച്ച് നമ്മൾ നേരാവണ്ണം വരെ നല്ല മാർഗങ്ങളിലൂടെ നല്ല ഒരു കീഴ്വഴക്കത്തിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അഘോരാത്രം പറഞ്ഞാൽ അവരുടെ ജീവിതം പോലെ മാറ്റിവെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത ഒരു കീഴ്വഴക്കം നമുക്കുള്ള ഒരു ആ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴതൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ ശരിക്കും അവരുടെ ത്യാഗങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഈ നിലയിൽ നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിയുന്ന എല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്ന അവരുടെ അനുഗ്രഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾക്കുള്ളിൽ അത് നമ്മൾ മാറ്റിവെച്ചു. പക്ഷെ അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി അധ്യാപകരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വയലിൻ സെക്ഷൻ ആണെങ്കിൽ നല്ലയ്യപ്പ സാറ്, ഭാനുമതി ടീച്ചർ, വൈദ്യാൻ സാറ്, അപ്പം വോക്കൽ സെക്ഷനിൽ നമുക്ക് വിനയ സാറ്, സുബ്രഹ്മണ്യ സാറ്, അതും വീണ സെക്ഷനിൽ നിന്ന് അധ്യാപകരുണ്ട്, മൃദംഗ സെക്ഷനിൽ നിന്ന് അധ്യാപകരുണ്ട്. ഇതൊക്കെ നമുക്ക് ജീവനോടെ അവരെ കാണാൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്മരിച്ചുകൊണ്ട് അതിൽ നമുക്ക് ഒരു സ്മരണ കൊടുക്കാത്തേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ജീവനോടെ അവരുടെ മുന്നിൽ നിന്നിട്ട് അവരുടെ വാക്കുകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് ഏറ്റവും മാർഗം നിർദ്ദേശങ്ങളും നമ്മുടെ വഴികൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് വളരെ ശക്തമായ ഒരു ആത്മബലം, ഒരു ആത്മശക്തി നമുക്ക് കിട്ടും. അത് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണുന്നുണ്ട്. അധ്യാപകർ ഞാനൊരു വിലപ്പെട്ട അവരുടെ അധ്യാപകരുടെ സമയമൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിക്കുകയും, അപ്പോൾ ഒന്ന് സുരേഷ് ഭായി വിളിക്കുന്നുണ്ട്, മാജിത്ത്, എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കൂട്ടായ്മയിൽ നമ്മൾ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പോഴപ്പോഴും വിളിച്ച് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവർക്ക് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വിലപ്പെട്ട സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ അധ്യാപകരുടെ സന്തോഷവും നമ്മുടെ കൂട്ടുകാരുടെ സന്തോഷവും കാണുമ്പോൾ അതെല്ലാം നമ്മൾ ആ കഷ്ടപ്പാടൊക്കെ നമ്മളെല്ലാവരും മറക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഈ കൂട്ടായ്മ നമ്മൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും കൂടണം. അതിൽ എല്ലാവരും സഹകരിക്കണം. എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാന്ന് പറഞ്ഞത് ഈ കോളേജിലെ പ്രിൻസിപ്പളാണ്, രാജലക്ഷ്മി ടീച്ചറാണ്. ഞാൻ 2-3 പ്രാവശ്യം കോളേജിൽ വരികയും ടീച്ചറുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. വളരെ നമുക്ക് ഇതിന് 6500 രൂപയാണ് നമ്മൾ ഇരിക്കുന്ന ഹോളിൻ്റെ വാടക. അപ്പം ടീച്ചർ അത് നമ്മൾ എല്ലാ അധ്യാപകരും ഗുരുനാഥരായിട്ടുള്ള അധ്യാപകരാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടീച്ചർക്കും അതുപോലെയാണ്. അപ്പം എൻ്റെ അധ്യാപകർ എൻ്റെ ഗുരുനാഥന്മാരാണ് അവർ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങൾ പാലിച്ച ഒരു സാമ്പത്തിക ബാധ്യത വരണ്ട. അതുകൊണ്ട് 1500 രൂപ തന്നാൽ മതി. ഈ ഹോളിൽ ഫുഡിൻ്റെ 1620 രൂപയാണ്. അപ്പോൾ ടീച്ചർ നമ്മൾ അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തു. നമ്മൾ എന്ത് വേണമെങ്കിലും ഏത് കാര്യങ്ങൾ, ഇപ്പം ഇന്ന് തന്നെ അവധി ദിവസമായതുകൊണ്ട് 3 സ്റ്റാഫിനെ ഇതിനു വേണ്ടിയിട്ട് ടീച്ചർ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പം അത്രയ്ക്ക് നമ്മളോട് സഹകരിച്ച ടീച്ചർ വേലിക്കുട്ടി സാറിൻ്റെ മോളാണ്. നമ്മൾ ഏത് കാര്യത്തിനും വിളിക്കുക, നമ്മളൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ടീച്ചറിൻ്റെ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളോട് പഠിക്കുന്നുണ്ട്. കിടങ്ങരാജ്യത്തിൻ്റെ മോളിവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കുറേ ആൾക്കാരുടെ കുട്ടികളോട് പഠിച്ചു പോയിട്ടുള്ളവരോട് പഠിക്കുന്നുമുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അവസരങ്ങൾ നമ്മൾ വിനിയോഗപ്പെടുത്തുക. നമ്മൾ ടീച്ചറെ ഒന്ന് കാണുക, സംസാരിക്കുക, അധ്യാപകരൊക്കെ ആയിട്ട് പരിചയപ്പെടുക. യാദൃശ്യമായിട്ട് കയറി പോകുമ്പോൾ നമ്മുടെ അധ്യാപകർ ഇവിടെ പ്രധാന സാറുണ്ട്, രാധാകൃഷ്ണൻ സാറുണ്ട്, അപ്പം അടുത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ യാദൃശ്യമായിട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി പോവുക, അവർക്ക് ഏറ്റവും വളരെ സന്തോഷമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ടീച്ചറിനെ നമ്മുടെ ഈ പരിപാടിയിൽ സഹകരിച്ച് നമ്മളെല്ലാ സഹായങ്ങളും ചെയ്യുന്ന പ്രിൻസിപ്പളിന് എൻ്റെയും നിങ്ങളുടെയും പേരിൽ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് ടീച്ചറിൻ്റെ അഭാവത്തിൽ ഈശ്വരൻ സാറാണ് നമ്മൾ അധ്യക്ഷ വഹിച്ചത്. സാറ് ഞാൻ കുറച്ച് പ്രാവശ്യം വിളിച്ചു. എല്ലാ കാര്യവും ബുദ്ധിമുട്ടുണ്ട്. അവിടുന്ന് യാത്രയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുക, കൃത്യമായ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തു വന്നു. മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അത് വളരെ സന്തോഷം. സാറിനും നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലും നന്ദി പറയുന്നു.
അടുത്തതായിട്ട് ഉദ്ഘാടനം ചെയ്ത പൊൻകുന്നം സാറാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ വ്യക്തിപരമായിട്ട് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ സാറിനെ പറ്റി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ശരിക്കും ഇപ്പോഴും നമുക്ക് ആ ഒരു സാറിൻ്റെയൊക്കെ വൈഭവം എവിടെ വെച്ച് കണ്ടാലും, അപ്പം ഏത് കാര്യങ്ങളിൽ നമ്മൾ ഏത് മേഖലയിൽ വെച്ച് കണ്ടാലും ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ സാറ് തരുന്നതാണ്. അപ്പോൾ സാറിന് നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഈ വിലപ്പെട്ട സമയത്ത് നമ്മളോട് വന്ന് കൂടാൻ സമയം കണ്ടെത്തിയ പൊൻകുന്നം സാറിന് നിങ്ങളുടെയും എൻ്റെയും പേരിൽ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത സത്യനേശ് സാറാണ്. സാറിനും എല്ലാ കാര്യങ്ങളും അറിയാൻ പ്രത്യേകിച്ച് പറയണ്ട. സാറിനും നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും കൃത്യമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തത് തുളസി ടീച്ചറാണ്. ടീച്ചറെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. ശരിക്കും നമുക്കൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സ് നിറയുന്ന ഒരു അനുഭവമാണ് ടീച്ചറെയൊക്കെ വിളിക്കുമ്പോൾ. എന്തെന്നില്ലാത്തൊരു സന്തോഷം ടീച്ചർ സംസാരിക്കുമ്പോഴും നമ്മളോടൊക്കെ പറയുമ്പോഴും, നിങ്ങൾ ഇത് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളെ ഒന്നും മറന്നിട്ടില്ലല്ലോ, ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളിത് നേരത്തെ ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒത്തിരി നേരം സംസാരിക്കണം. നമ്മളാ പേടിയോണ്ട് നമ്മൾ അകന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ടീച്ചർ ഇങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ടീച്ചർക്ക് നമ്മളുടെ ഈ പരിപാടിയിൽ വന്ന് നമ്മളോട് സഹകരിച്ച അനുഭവങ്ങളൊക്കെ പങ്കിട്ട ടീച്ചർക്കും എൻ്റെയും നിങ്ങളുടെയും പേരിൽ ഞാൻ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സാവിത്രി ടീച്ചറാണ്. ടീച്ചർക്ക് എൻ്റെയും നിങ്ങളുടെയും പേരിൽ ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തതായി പി കൈലാഷ് സാറാണ്. സാറ് ശരിക്കും പിന്നെ തൃപ്പൂണിത്തുറ വന്നിട്ട് ഇവിടെ തന്നെ സെറ്റിലായത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അത് ശരിക്കും നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ പിന്നെ സാർ വാടകയ്ക്കൊക്കെ താമസിക്കുകയും ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ പോയി പഠിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശ്രമ സാറാണെങ്കിലൊക്കെ നമ്മുടെ കോളേജിൻ്റെ മറ്റേ താമസിച്ചൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും ശരിക്കും ഇവിടെ വന്ന് ഇവിടുത്തെ മണ്ണിൽ പൂർണ്ണത്രേശിൻ്റെ മണ്ണിൽ നിന്ന് പോകുക, അത് ഏറ്റവും ജീവിതത്തിൽ സാറിന് കിട്ടിയത് നമ്മളിപ്പോഴും അത് മനസ്സുകൊണ്ട് എപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും സാർ ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിലായി, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്ന് എവിടെ പോയെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ വന്ന സാറിൻ്റെ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടിട്ടേ പോകാറുള്ളൂ. ആ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ ആ ഒരു കാര്യം സാറൊക്കെയാണ് കൂടുതൽ മുൻകൈ എടുക്കണം, കൂടണം, നിങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടണം, അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് വിചാരിക്കരുതെന്ന് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് സാറ് ഈ പരിപാടിയിൽ വന്ന് വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തരുകയും ഞാനിപ്പം പ്രോഗ്രാം നോട്ടീസ് ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, ഹോളിൻ്റെ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചിട്ടാണ് നമ്മളെല്ലാം കറക്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് സാറിൻ്റെ ഇതിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. അപ്പോൾ സാറിന് നിങ്ങളുടെ എൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്ത പ്രധാന സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ചേർത്തല എന്നൊക്കെ വരുമ്പോൾ ഒത്തിരി ദൂരം, ദിനേശനൊക്കെ മൂവാറ്റുപുഴ എന്ന് വരുന്നു, അതുപോലെ തന്നെ വിനയൻ എറണാകുളത്ത് നിന്ന് വരുന്നു. അപ്പം ഞങ്ങൾ ആ സെക്ഷനിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ താമസിക്കുന്നവനെയൊക്കെ സാറ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കൂ, അവിടെ സൗകര്യമില്ലേ, ചേച്ചിയുടെ ഷെയറിൽ കിടക്കുന്ന അവിടെ താമസിക്കാം എന്ന് പറയുക. ഞങ്ങൾ വയലിൻ സെക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് അന്ന് തന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ വിജയൻ, അതുപോലെ സുരേഷ് ഭായി, അതുപോലെ തന്നെ ഓച്ചറയുള്ള രാജേഷ്, അപ്പം വേണു, നമ്മുടെ വെള്ളയിട്ട് നടക്കുന്ന വേണു, ഇവരൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ആ കഷ്ടപ്പാട്, ചെറിയൊരു കെട്ടിടത്തിൽ ചുരുണ്ടുകൂടി ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് വരുമ്പോൾ ഞങ്ങൾ വിശാലമായ സ്ഥലത്ത് ഓടി നടന്ന് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ, ഇവിടെ വാടക വേണ്ട, നമുക്ക് കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് ജീവിക്കാം, ഭക്ഷണമൊക്കെ ഇണക്കി കഴിക്കാം ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഞങ്ങൾ അവരെ കൂടി കൂട്ടി. പക്ഷെ അത് സാറ് പറഞ്ഞ പോലെ അത് ഉപദ്രവമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സുപ്രഭാതത്തിൽ ഇവർ വെള്ളിയാഴ്ച മറ്റുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ട്, ഞാനിവിടെ ചെറിയൊരു ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ശനി ഞായറും നമ്മളിവിടെ തങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ച വെളുപ്പിന് ഒരു 6:30 എപ്പോഴും പടപടാന്ന് പറഞ്ഞൊരു ജീപ്പ് നിറച്ച് പോലീസ് ഇങ്ങോട്ട് വന്ന് റൂമിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറി വാതിലേട്ടൊക്കെ ആക്കി വെച്ച് അടിക്കുകയും ഭയങ്കര പ്രശ്നം. സാറൊന്നും അപ്പോൾ എഴുതിയിട്ടുമില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ആകെ പേടിച്ചു, എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്നോട് പറഞ്ഞു കേരള ജീപ്പിലെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ജീപ്പിൽ ചെന്ന് കയറി. സാറിന് നമ്മൾ അപ്പോഴേ അവിടെ നിന്ന് സാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ നമ്മൾ ആ ജീപ്പിലോട്ട് കയറിയിട്ട് എന്നെ കൊണ്ട് നേരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഞാൻ കുളിക്കാൻ പോയി, ഞാൻ അത് എന്നെ പോലും എനിക്ക് ഷർട്ട് വിട്ടിട്ട് അതുപോലെ എന്നെ ഷർട്ട് ഇട്ട് കയറാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി. അവിടെ നിന്നിട്ട് യാതൊരുവിധ നമ്മൾ എന്താ ചെയ്യണമെന്നറിയില്ല. അപ്പം നമ്മളിവിടെ ലോക്കൽസുമായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ, ഞാൻ RSSന്റെ സജീവ
പ്രവർത്തകനായിരുന്നു. 10-22 വർഷം സജീവമായ പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് ഞാൻ RLUവിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ലോക്കൽസുമായിട്ടുള്ള BJPക്കാരും RSകാരുമായിട്ടുള്ള ബന്ധമുണ്ട്. സുബ്രഹ്മണ്യ ചേട്ടൻ എന്ന് പറയുന്ന ആൾ തൃപ്പൂണിത്തുറയിലുണ്ട്. പുള്ളിനെ വിളിച്ച് പോലീസുകാരനെ കൊണ്ട് വിളിപ്പിച്ച് ലാൻഡ് ഫോണിൽ നിന്ന് വിളിപ്പിച്ച് പുള്ളി വന്ന് സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കിപ്പോഴാണ് പറഞ്ഞു. ഇവർ തലേ ദിവസം അനിൽ ഉൾപ്പെടെയുള്ള ടീം ഗാനമേളയ്ക്ക് തൃപ്പൂണിത്തുറ വന്ന് വെള്ളം അടിച്ച് 3-3:30 ആയപ്പോൾ ഒരു സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണ് കയ്യും കാലൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ നേരെ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ നേഴ്സ് ഡ്യൂട്ടിയിലുണ്ടായ നേഴ്സും ഡോക്ടറൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവർ പ്രകോപനം കൂട്ടിയിട്ട് റൂമിൽ കയറി അവരെ കയറി അടിയും പിടിയും ബഹളമൊക്കെ ആയി. അപ്പം തൊട്ട് തന്നെ സ്ട്രൈക്ക് തുടങ്ങി. അവർ സമരം തുടങ്ങി. നേഴ്സിനെ ആക്രമിച്ച് ഡോക്ടറെ തല്ലിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. മാധ്യമക്കാരൊക്കെ വന്ന് അവർ സ്ട്രൈക്ക് തുടങ്ങി. പിറ്റേ ദിവസം 6-6:30 ആയപ്പോഴാണ് ഈ പ്രശ്നം. അന്നേരം വരുന്ന രോഗികളെയൊന്നും അവർ നോക്കുന്നില്ല. പ്രശ്നമായി. റിപ്പോർട്ടറൊക്കെ വന്ന് അവർ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരനെ പിടിച്ചപ്പോഴാണ് പറഞ്ഞു ഒരാളെ കൊണ്ടുവന്ന് ലേഖാനിവാസത്തിൽ ഇറക്കിയെന്ന് പറഞ്ഞു. ആ ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ടാണ് പോലീസുകാർ വന്നു. അപ്പോൾ അത് ശരിക്കും രാജേഷാണ് കയറി പോകുന്നത്. രാജേഷ് ഗാനമേള കേൾക്കാൻ പോയതാണ്. രാജേഷ് ഇവരുടെ കൂടെ പെട്ടുപോയി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേഷനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ വിനയൻ്റെ ചേട്ടൻ സുരേഷ് ചേട്ടനുണ്ട് ഫ്ലൂട്ട് വായിക്കുന്ന പുള്ളി ടോമൻകേറ്റ് തഞ്ഞകേരി അവിടുത്തെ IG ആയിരുന്നു, എറണാകുളം IG ആയിരുന്നു. പുള്ളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കി ഇവർ സ്ട്രൈക്ക് മാറണമെങ്കിൽ നിങ്ങൾ വന്ന് പരസ്യമായിട്ട് മാപ്പ് പറയണം. എല്ലാവരും കലാകാരന്മാരൊക്കെ ആയതുകൊണ്ട് തച്ചങ്കരിയൊക്കെ ഇടപെട്ടതുകൊണ്ട് നമ്മൾ കേസില്ലാതെ മാത്രം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് കേസിനെ ഒഴിവാക്കി പോകണം. ഇപ്പം അത് നേഴ്സിനെയൊക്കെ കയറി ആക്രമിച്ചെന്ന് പറഞ്ഞ കേസ്. അപ്പോൾ അത് പിറ്റേ ദിവസം മാതൃഭൂമിയിൽ മലയാള മനോരമ വലിയ റിപ്പോർട്ടായ കേസാണ്. അപ്പം അവർ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളായിട്ട് തച്ചങ്കരിയുടെ സുരേഷ് ചേട്ടനൊക്കെ ഇടപെട്ട് ആ കേസ് പരസ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവരെ പ്രശ്നങ്ങളുണ്ടായവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു 12-11 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിച്ചു. എല്ലാവരും നേഴ്സിനെയും ഡോക്ടറോടൊക്കെ മാപ്പ് പറയിപ്പിച്ചിട്ടാണ് ആ കേസ് ഒതുക്കി തീർത്തത്. ഞാൻ റൂമിൽ വരുമ്പോൾ 1 മണി കഴിഞ്ഞു. എന്നിട്ടാണ് വന്ന് ഞാൻ കുളിച്ചത്. അപ്പം അങ്ങനെയുള്ള അപ്പം നമ്മൾ യാദൃശ്യമായിട്ട് പെട്ടുപോകുന്ന സംഭവങ്ങളും ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അത് സംഭവം സാറ് പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ദോഷം പിറ്റേ ദിവസം സാറ് പേപ്പറിൽ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ സാർ അറിയും. അപ്പോഴും ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പം സാറിന് ബുദ്ധിമുട്ടുണ്ടായി. 1 രൂപ പോലും വാടക പോലും മേടിക്കാതെ ചേച്ചിയുടെ ഷെയറിലുള്ളത് സാറിൻ്റെ റിസ്കിലാണ് ഞങ്ങൾക്ക് ആ റൂം വാടകയ്ക്ക് വന്നത്. അതിനൊപ്പം തന്നെ വോക്കൽ സെഷനും ഞങ്ങളുടെ കൂട്ടുകാരും കൂടി വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ ഗാനഭൂഷണം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് അവരൊക്കെ വിവിധ മേഖലയിലൊക്കെ ജോലികളും കാര്യങ്ങളായിട്ടും ഒക്കെ ചെയ്തു പോരുന്നു. അതൊക്കെ ഇപ്പോഴും ഗുരുനാഥൻ്റെ. അപ്പോൾ സാറിന് ചെറിയൊരു പരാതി ഉണ്ടാകുന്നു. താമസിച്ചവർ 1-2 പേര് മാത്രം വന്ന് സാറിനെ കാണുന്നു, ബാക്കിയുള്ളവരാരും വന്ന് കാണാറില്ല എപ്പോഴും പറയും സാർ. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ അതൊക്കെ ഒരു ധാരണയിലെത്തിയിട്ട് എപ്പോഴെങ്കിലും വന്ന് നമ്മൾ അവരെയൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും ഒരു ഇത്. ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അവരൊന്ന് കണ്ടൊന്ന് കാലിൽ തൊട്ട് വീഴുക, അത് വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ടതും അതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. സാറത് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞ് ദീർഘിച്ചതിന് ക്ഷമാപണം നടത്തുന്നു. അതുകൊണ്ട് സാറിനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും ദിവസവും വിളിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു സാർ. അപ്പം സാറിന് നിങ്ങളുടെ എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഫുഡ് കറക്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർക്കും നമ്മൾ നമ്മുടെ പേരിൽ നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ മൈക്ക് സെറ്റ് ഓപ്പറേറ്റർ നമ്മുടെ ക്ഷമിക്കണം ടീച്ചർ കാമാക്ഷി ടീച്ചർ. അപ്പോൾ ഞാൻ മിക്ക ദിവസവും ഞാൻ വിളിക്കും, കാര്യങ്ങളൊക്കെ തിരക്കും. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെയൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ, വലിയ ഭാഗ്യം എന്നൊക്കെ എപ്പോഴും പറഞ്ഞു. അപ്പം ടീച്ചർക്കും നിങ്ങളുടെ എൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത പത്മ ടീച്ചറാണ്. ടീച്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചൊന്നും പറയണ്ട, ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും. അങ്ങനത്തെ ഒരു അനുഭവം ഈ കാലഘട്ടം നമുക്ക് ഇനിയുള്ള കുട്ടികൾക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് സംശയം. ഇപ്പോൾ ഈ കോളേജിൽ രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഞങ്ങൾ 4-5 പ്രാവശ്യം കോളേജിൽ നമുക്ക് കോളേജിൻ്റെ വാതിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ കയറണമെന്നൊരു ചിന്താഗതിയില്ല. പക്ഷേ നമ്മുടെ പഴയ കോളേജാകുമ്പോൾ നമുക്ക് ഓടി കയറണം എന്നൊരു ചിന്താഗതി വരും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിൽ തോന്നുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു അധ്യാപകരെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും, ഈ കൂട്ടായ്മയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ഈ ഇരിക്കുന്ന
ഇരിക്കുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ രക്ഷകർത്താക്കളായിട്ട് നമ്മൾ കണ്ട്, നമ്മളെ മക്കളായിട്ട് കണ്ട് ആ ഒരു അനുഭവം അവർക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ശരിക്കും ആ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മറക്കുന്നു. അതിനകത്ത് ഇപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചില രീതിയിലൊക്കെ സംസാരം കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മറക്കാം, ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പം ടീച്ചറും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്, നല്ല ഭംഗിയായിട്ട് തന്നെ പോകണമെന്നുള്ള ചിന്താഗതിയിലാണ് ടീച്ചർ ഒരിക്കലും നമ്മളോട് സംസാരിച്ചത്. ടീച്ചർക്കും നിങ്ങളുടെയും എൻ്റെ പേരിൽ കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ടിൻസണ്ടായ മൃദംഗത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെയൊക്കെ ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അത് തപ്പിപ്പിടിച്ച് ഇപ്പം ഓരോരുത്തരോടൊക്കെ വിളിച്ചും ചോദിച്ചും എത്ര നാളത്തെ ഒരു പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തർ തപ്പിയെടുത്ത് വിവിധ മേഖലയിൽ വിവിധ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം യാദൃശ്യമായിട്ടൊക്കെ ഇപ്പം നമുക്ക് മനസ്സ് നിറഞ്ഞു, സംതൃപ്തിയുണ്ട്, നമുക്ക് ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. അവരെയൊക്കെ കണ്ട് നമുക്ക് എടുക്കാൻ കിട്ടിയ തന്നെ ഭാഗ്യം. അപ്പം അവർക്ക് രണ്ടുപേർക്കും നിങ്ങളുടെയും എൻ്റെയും പേരിൽ സൗണ്ട് സിസ്റ്റം നമുക്ക് അങ്ങനെ ആ ഒരു വർക്ക് ചെയ്യാൻ അവർക്ക് ഭാഗ്യം കിട്ടി. അത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു. അവർക്കും ഞാൻ നിങ്ങളുടെയും എൻ്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇപ്പം ക്യാമറയും വീഡിയോ ഒക്കെ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾക്കും നിങ്ങളുടെ എൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുൻപായി ഒരു വാക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളുമൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ. സംഗീതം ഒരിക്കലും പഠിച്ച് തീരുന്ന സബ്ജക്റ്റ് അല്ല. വിദ്യാർത്ഥികളുമാണ്, പൂർവ്വ വിദ്യാർത്ഥികളുമാണ്, സ്ഥാപനം വേറെയാണെന്നുള്ളതേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നിങ്ങൾ പരസ്പരം എല്ലാവരുടെയും ഒരു നമ്പരും ഫോൺ നമ്പറും കളക്ട് ചെയ്യുക. കൂടെ ഇന്ന് വരാൻ പറ്റാത്തവരുടെ വരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങളോ ആവശ്യങ്ങളോ വേണമെങ്കിൽ പരസ്പരം ചെയ്യാനുള്ള ഒരു സമീപനം എല്ലാവരും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചടങ്ങ് നന്നായി എന്നാണല്ലോ ബാബുരാജ് പറഞ്ഞത്. തുടക്കം നന്നായ ഒടുക്കം നന്നാവുന്നൊരു പ്രമാണമുണ്ട്. അതിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മംഗളമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫോട്ടോ സെഷനാണ്. അതിന് യോഗം പിടിച്ചു ഫോട്ടോ സെഷന് വേണ്ടി എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇതിൽ വെച്ച് എയറും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കോളേജിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ആ ഫോട്ടോ സമർപ്പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിൻ്റെ അധ്യക്ഷ വഹിച്ച ഈശ്വരമ്മ സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരുടെ അനുമതിയോടുകൂടി ഈ ഫോട്ടോ നമ്മൾ ഈ കോളേജിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഒരു പ്രത്യേക കാര്യം നമ്മൾ മറന്നുപോയി എന്ന് പറഞ്ഞേക്കാം. നമ്മളെ സംസ്കൃതം ടീച്ചറിനെ നമ്മൾ ആരും ഓർത്തില്ല എന്നുള്ളതാണ് ഒരു സങ്കടമായ അവസ്ഥ.